ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തതും നിങ്ങൾ പഠിക്കേണ്ടതുമായ ചില പുതിയ കാര്യങ്ങളാണ്. ഇന്ന് കുട്ടികളെ ഡ്രൈവിംഗ് സ്കൂളൊന്നും പോകാതെ തന്നെ മിക്ക കുട്ടികളും സ്വയമേവ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. ഡ്രൈവിംഗിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ ഉദാഹരണം പറയാം. മാഷന്മാർ പറഞ്ഞത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവർ പറഞ്ഞ് ശീലിച്ചതേ പറയൂ. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ്. എന്റെ ജീവിതത്തിന് ഈ പഠനം എങ്ങനെ ഉപയോഗിക്കണമെന്ന അറിവില്ല. ഇതാ പ്രശ്നം. എനിക്ക് ഏത് ഭക്ഷണം വേണം, ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിനെ പറ്റി കൃത്യവും വ്യക്തവുമായ ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ബോധമണ്ഡലം കുറച്ചുകൂടി വികസിച്ചു വേണം ഇവിടുത്തെ ക്ലാസ് റൂം ഒന്ന് പുറത്തു പോകാൻ. ചില കുട്ടികളുടെ സ്വഭാവ വൈകൃതത്തിന് കാരണം അവന്റെ അച്ഛന്റെ അമ്മേന്റെ സ്വഭാവ, അവരുടെ ഈഗോ ആണ്. അതെങ്ങനെ പൊളിക്കാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുമെങ്കിൽ. കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് ഗംഭീരമായി മക്കളെ, നന്നായി മക്കളെ, ഇനിയും മുന്നോട്ട് പോകണം, നന്നായിട്ട് ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന സ്ഥിരം ക്ലീഷേ പ്രസംഗങ്ങളും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഹിസ്റ്ററി പരീക്ഷയ്ക്ക് ഒരു ചോദ്യമുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങൾ 1.5 പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. ഞങ്ങളന്ന് ഉപന്യാസം എഴുതിയത് 1.5 പേജ്. അക്ബർ ചക്രവർത്തി നല്ല ഭരണപരിഷ്കാരങ്ങൾ കാഴ്ചവെച്ച ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു. എല്ലാം കൊണ്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ രാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ടതായിരുന്നു. അത് മറ്റ് രാജ്യക്കാർക്കൊക്കെ നല്ല പ്രശസ്തി നേടിയ ഭരണപരിഷ്കാരങ്ങളായിരുന്നു. അതുകൊണ്ട് ആ ഭരണപരിഷ്കാരങ്ങൾ മോശമായിരുന്നില്ല. ഇങ്ങനെ തിരിച്ചും മറിച്ചും നന്നായിരുന്നു, മോശമായിരുന്നില്ല എന്ന് 1.5 പേജ് എഴുതും, ഒന്നും ഉണ്ടാവുകയില്ല. ഇതുപോലെയാണ് നമ്മുടെ ഈ SSLC +2 കഴിഞ്ഞിട്ട് ഒരുപാട് സ്വീകരണങ്ങളുണ്ട്. ഈ മൊമെൻ്റോ വാങ്ങാൻ വേണ്ടി ഇപ്പം നിങ്ങൾ ഇവിടെ പലരും സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. പലരും നാട്ടിൽ മൊമെൻ്റോ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് 2.5-3 മണിക്കൂർ നേരം നാട്ടിലെ മുഴുവൻ ആളെയും പ്രസംഗം കേട്ട് സഹിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്ലീഷേ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തതും നിങ്ങൾ പഠിക്കേണ്ടതുമായ ചില പുതിയ കാര്യങ്ങളാണ്. ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മാഷന്മാർ പറഞ്ഞ മാത്രം കേട്ടിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു കുട്ടിയും നന്നാവില്ല കേട്ടോ. മാഷന്മാർ പറഞ്ഞത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവർ പറഞ്ഞ് ശീലിച്ചതേ പറയൂ. അതിനപ്പുറത്ത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബുദ്ധിയും നിങ്ങൾക്ക് സ്വന്തമായ വികാരവും അതിൻ്റെ ഒരു മണ്ഡലമുണ്ട്. ഈ മണ്ഡലം വളർത്തലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധി, നിങ്ങളുടെ ഉള്ളിൽ ഒരാള് അവരെ മുന്നോട്ട് നയിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. എന്താ ചോദ്യം ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ ആരും പറയണ്ട, പേടിക്കണ്ട. മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ചോദിക്കുമെന്ന് പേടിക്കണ്ട. എൻ്റെ നിലപാട് മാഷന്മാരുടെ നിലപാടിന് വിരുദ്ധമാണ്. മാഷന്മാർക്കൊരു സ്വഭാവം, ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിയാത്ത ആളോട് ആദ്യം ചോദിക്കുക, ഉത്തരം അറിയുന്ന ആളോട് ലാസ്റ്റേ ചോദിക്കും, അല്ലേ? അത് ആദ്യം തന്നെ ഉത്തരം അറിയുന്ന ആളോട് ചോദിച്ചാൽ പിന്നെ സമാധാനമായില്ലേ ബാക്കിയുള്ളക്ക്? ഇത് അറിയാത്ത ആളോട് ആദ്യം ചോദിക്കും. എൻ്റെ നിലപാട് ഉത്തരം അറിയുന്നവരോട് ചോദിക്കൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മതി, ഞാൻ അവരോടേ ചോദിക്കൂ കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട. ഉത്തരം അറിയുന്നവർ കൈപൊക്കുക, അവരോട് മാത്രമേ ചോദിക്കൂ. മനസ്സിലായോ? ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ ഡ്രൈവിംഗ് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കുക. ഡ്രൈവിംഗ് അറിയുന്നവര് യെസ്, കൈപൊക്കൂ. യെസ്, റൈറ്റ്, കൈതാറ്റിക്കോ. ഇവിടെ RTO ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൈപൊക്കിയ ആളുടെ എല്ലാ കുട്ടികളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ 5000 രൂപ പിഴ വിളിക്കാം. 18 വയസ്സിന് മുമ്പ് ഡ്രൈവിംഗ് പഠിച്ചെങ്കിൽ 5000 രൂപ പിഴ വിളിക്കും. പക്ഷെ ഇന്ന് കുട്ടികളെ ഡ്രൈവിംഗ് സ്കൂളൊന്നും പോകാതെ തന്നെ മിക്ക കുട്ടികളും സ്വയമേവ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ സമർത്ഥരാണ്. ഞാനിപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നിങ്ങൾ 9ാം ക്ലാസ് വരെ, ഇവിടെ +2ന്റെയും 10ന്റെയും കുട്ടികളല്ലേ ഇരിക്കുന്നത്, 9ാം ക്ലാസ് വരെയുള്ള ചോദ്യത്തിന് ഡ്രൈവിംഗ് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ മറുപടി പറയും വണ്ടി ഓടിക്കലാണെന്ന്, അല്ലേ? ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്. എന്താണ് ഡ്രൈവിംഗ് എന്ന് ചോദിച്ചാൽ വണ്ടി ഓടിക്കലാണ് ഡ്രൈവിംഗ് എന്ന മലയാളം ട്രാൻസ്ലേഷൻ അല്ല ചോദിക്കുന്നത്. ഡ്രൈവിംഗ് എന്ന് പറയുന്ന തൊഴിലിന് യുണീക്കായിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാവും.
അത് തൊഴിലിനും വ്യക്തിക്കും ഓരോ പ്രതിഭാസത്തിനൊരു പ്രത്യേകതയുണ്ടാവും. ഇത് കണ്ടുപിടിച്ചു പറയലാണ് ഇനി നിങ്ങളുടെ പഠനം. ഡ്രൈവിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ ഉദാഹരണം പറയാം. ഞാൻ എന്നോട് ചോദിച്ചാൽ എന്താ ഡ്രൈവിംഗ് എന്ന് ചോദിച്ചാൽ, ലോകത്ത് കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയാണ് ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്ത് കൊടുക്കുമ്പോൾ കള്ളപ്പണി എടുക്കാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക് ചവിട്ടൂല, കുറച്ച് കഴിഞ്ഞിട്ട് ചവിട്ടാൻ പറ്റുമോ? ഇല്ല. സ്റ്റിയറിംഗ് തിരിക്കാൻ മനസ്സില്ല, പറ്റുമോ? ഇല്ല. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിംഗ്. പിടികിട്ടിയോ? ഇത്തരത്തിലേക്ക് നിങ്ങളുടെ പഠനം മാറണം. പിടികിട്ടിയോ? അല്ലാതെ എന്താണ് എന്ന് ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും ഉള്ളത് ഓർമ്മശക്തി പരീക്ഷിച്ച് ജയിക്കലല്ല നിങ്ങളുടെ പണി. അതിന് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം നിങ്ങൾ. അടുത്ത ചോദ്യം ചോദിക്കുക. അടുത്ത ചോദ്യം, നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക. വിചാരിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. വണ്ടി ഡ്രൈവിംഗ് അറിയുന്നവരും അറിയാത്തവർക്കും മനസ്സിൽ വിചാരിക്കാലോ. വിചാരിച്ചില്ലേ? യെസ്. ഇനി ഒരു കണക്കാണ്, ആ കണക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വണ്ടി 2 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോ അതിൽ 4 ആള് കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനിയാണ് ചോദ്യം. കണക്കൊന്നുകൂടി പറയണോ? 2 കിലോമീറ്റർ ഓടിയപ്പോ 4 ആള് കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ ഇറങ്ങിപ്പോയി. 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ചോദ്യം ഇതാണ്. ആരും ഉത്തരം പറയണ്ട. ഉത്തരം അറിയുന്നവര് കൈപൊക്കിയാൽ മതി കേട്ടോ. ചോദ്യം ഇതാണ്. ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കും? 1, 2, 3, 4, 5. യെസ്, സമയം കഴിഞ്ഞു. ഇനി കൈ ഉയർത്തണ്ട. കൃത്യം ഇവൻ ആദ്യം കൈ ഉയർത്തിയത് 13. ഇവിടെ 13. അവിടെ 14. പുറകിൽ നിന്ന് 18. പറഞ്ഞ ഉത്തരെല്ലാം ശരിയാ. ഒരു കയ്യടി കൊടുത്തവർക്ക്. യെസ്. ഈ കൈയടിച്ചവര് ഉത്തരം കിട്ടാത്തവരാണല്ലോ, അല്ലേ? എനിക്ക് ഈ കൈ പൊക്കിയ കുട്ടികളെ വേണ്ട, കൈ അടിച്ച കുട്ടികളെ ഇനി വേണ്ടു. എന്തുകൊണ്ടാണ് അവർക്ക് ഉത്തരം കിട്ടാതിരുന്നത്? 2 കാരണങ്ങൾ കൊണ്ടാണ് ഉത്തരം കിട്ടാതിരുന്നത്. ഒന്ന്, ഈ 2 കാരണങ്ങൾ മാത്രമേ ഞാനിവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല, അല്ലേ? നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നാന്ന് വിചാരിക്കുക ഞാൻ ആദ്യം പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളല്ലേ ഡ്രൈവർ? അപ്പൊ ഉത്തരം നിങ്ങളുടെ സ്വന്തം വയസ്സാ. പിടികിട്ടിയോ? പിടികിട്ടിയോ? ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. നമ്മുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നം ഇതാ. നമ്മുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നം നല്ല ബുദ്ധിയാ, നല്ല A+, ഭയങ്കര ബുദ്ധിയാ. പക്ഷേ എന്റെ ജീവിതത്തിന് ഈ പഠനം എങ്ങനെ ഉപയോഗിക്കണമെന്ന അറിവില്ല. ഇതാ പ്രശ്നം. എന്റെ ജീവിതം ഞാനല്ലേ ഓടിക്കുന്നത്. ഇടത്തോട്ട് പോണോ, വലത്തോട്ട് പോണോ, റിവേഴ്സ് ഗിയർ പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളെ നയിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഉള്ളിലാ. ഇപ്പൊ എന്താ, അച്ഛനോടിക്കുന്ന വണ്ടിയിൽ ഞാൻ എങ്ങനെ യാത്ര ചെയ്യുന്നു, അമ്മയോടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, കൂട്ടുകാരോടിക്കുന്ന വണ്ടിയിൽ ഓനെന്നാ തിന്നുന്ന ലേസ്, എനിക്കും ലേസ് വേണം. അവനെന്നാ തിന്നുന്ന ബിങ്കോ, എനിക്കും ബിങ്കോ വേണം. അവനെന്താ തിന്നുന്ന ഐസ്, എനിക്കും ഐസ് വേണം. അവന്റെ മുടി എങ്ങനെയാ മുറിക്കുന്നത്, അതുപോലെ എന്റെ മുടി മുറിക്കണം. അവന്റെ ഫാഷൻ എന്താ, അതുപോലെ എനിക്ക് വേണം. അവന്റെ ട്രൗസർ ഉണ്ടല്ലോ, അണ്ടർവെയർ പുറത്ത് കാണിച്ചിട്ട് ചന്തിന്റെ അടിയിലാക്കി ഉടുക്കുന്നത്, എനിക്കും അതുപോലെ ഉടുക്കണം. അവന്റെ പാന്റ് ഉണ്ടല്ലോ കീറിയിട്ട് ഉടുക്കുന്നത്, എനിക്കും കീറണം. എന്നല്ലാതെ എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഏത് ഫാഷൻ വേണം, എനിക്ക് ഏത് ഭക്ഷണം വേണം, ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിനെ പറ്റി കൃത്യവും വ്യക്തവുമായ ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാക്കിയെടുക്കണം. അതില്ലാത്തതാ പ്രശ്നം. നമ്മൾ മുട്ടിയിട്ട തേങ്ങ പോലെ മുളയില്ലാത്ത നമ്മുടെ തേങ്ങ, ഉരിച്ചിട്ടിരിക്കുന്ന തേങ്ങ അല്ലേ, പൊതിച്ചിട്ടിരിക്കുന്ന തേങ്ങ മുളക്കൂല. നമ്മുടെ കുട്ടികളെല്ലാം പൊതിച്ചിട്ടിരിക്കുന്ന തേങ്ങകളാണ്.
നിങ്ങളെ പഠനം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ എല്ലാ പപ്പും പൂവെല്ലാം കടഞ്ഞ് അത് മുളച്ചിട്ട് പുതിയ തെങ്ങായി മാറാൻ നിങ്ങൾക്ക് കെൽപ്പില്ലാതായി പോകും. അല്ലല്ല, ഇതാ ഒരു പുതിയ തേങ്ങ, ഇതെങ്ങനെ എവിടെന്നു വന്നതെന്നറിവിയില്ല. കൈകളിൽ കൗതുകം തിരിച്ചും മറിച്ചുമൻ കൗതുകം കളിവിട്ടു കണ്ണുകൾ മിഴിച്ചല്ലോ. കനിയായിരുന്നെങ്കിൽ കടിക്കാം, പൂവാണെങ്കിൽ മണക്കാം, ഇതിനോടിന്നെങ്ങനെ പെരുമാറും. നമ്മുടെ ജീവിതം ഒരു തേങ്ങയാണ്. ആ തേങ്ങ, നമ്മൾ തേങ്ങയായി ജനിച്ചിരിക്കുന്നത് ആരുടെയും കയ്യിൽ പോയിട്ട് കൊടുവാള് കൊണ്ട് വെട്ടി മലർത്തിയിട്ട് അതിന്റെ വെള്ളം വെറുതെ ഒഴുക്കി കളഞ്ഞിട്ട് ഏതെങ്കിലും ചിരവയുടെ വായിൽ കുടുങ്ങി തറഞ്ഞു മുറിഞ്ഞിട്ട് ഒരുത്തന്റെ ഭക്ഷണമാകാനല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം മുളച്ചു വന്നിട്ട് തണലേകുന്ന ഒരുപാട് ഓലകളും അതിൽ നല്ല കുളിർജലമുള്ള കരിക്കുകളും പുതുതായിട്ടുണ്ടാക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളൊരു പേട്ട് തേങ്ങയായി മാറരുത്, നിങ്ങൾ മുളച്ച തൈത്തങ്ങായിട്ട് മാറണം. അതിനുവേണ്ടിയാ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ രാജ്യം നിങ്ങൾ അറിയുമോ? ഇത് ദേവസ്വത്തിന്റെ സ്കൂളല്ലേ? ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം. ആ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം എത്രയെത്ര ക്ഷേത്രങ്ങൾ, എത്രയെത്ര ആരാധനാലയങ്ങൾ, അതൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നറിയുമോ? അതെല്ലാം ഭാരതത്തിലെ മനീഷികളായിരിക്കുന്ന ഋഷിപുങ്കവന്മാരെഴുതിയ മനോഹരമായ കാവ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതാണ് നമ്മുടെ ദൈവങ്ങളെ. കാവ്യങ്ങളിൽ നിന്നല്ലാതെ ഒരു ദൈവത്തെയും നമ്മുടെ ഭാരതത്തിൽ കിട്ടിയിട്ടില്ല. കാവ്യങ്ങളിലൂടെയാണ് നമുക്ക് ദൈവങ്ങളെ കിട്ടിയത്. കാവ്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു രാമനും കൃഷ്ണനും ഉണ്ടായിരുന്നില്ല. ആ കാവ്യങ്ങൾ 18 പുരാണങ്ങളിൽ 25,000 പേരുണ്ട്. ഈ 25,000 പേര് ഈ കാവ്യങ്ങളിൽ എഴുതി ഉണ്ടാക്കുന്നതിന് മുമ്പ് നാട്ടിൽ പേരുണ്ടോ? നമ്മുടെ നാട്ടിലെ പേര് മുഴുവൻ ഈ പുരാണങ്ങളിൽ നിന്ന് എടുത്തതല്ലേ? നാരായണൻ, ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ, രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് സകല പേരും കാവ്യങ്ങളിൽ നിന്നെടുത്തതാണ്. ഇത്രയും പേരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയാണോ? ഇന്ന് നിങ്ങളുടെ വീട്ടില് 2 മക്കളുള്ള അച്ഛനമ്മമാര് ആ 2 കുട്ടികൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് നെറ്റ് തപ്പുക, കണ്ടാളോടെല്ലാം ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രര് 100 മക്കൾക്ക് പേരിട്ടു. ഒരു പേര് ആവർത്തിച്ചു വന്നോ? 100 വ്യത്യസ്തമായ പേരുകൾ. ഈ 25,000 പേര് കണ്ടുപിടിച്ച അത്ഭുത മനുഷ്യന്മാരല്ലേ? 18 പുരാണങ്ങൾ. ആ കഥകളെല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമാകാതെ എഴുതി തയ്യാറാക്കി വെച്ച ബുദ്ധി ചെറുതാണോ? ഉപനിഷത്തുകൾ എഴുതിയ ബുദ്ധി ചെറുതാണോ? വേദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആരും എഴുതി പഠിക്കാറില്ല, ഓതി പഠിക്കുക. ഓതുമ്പോ ചിലത് വിട്ടുപോകും, ചിലത് കൂട്ടിച്ചേർക്കും. അങ്ങനെ വേദങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയപ്പോ വേദങ്ങളെ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ഒരു മനുഷ്യൻ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. സമ്പാദനം നടത്തി, സംശോധനം നടത്തി, പ്രസാധനം നടത്തി. ആ മനുഷ്യനെയാണ് വ്യസിച്ചവൻ എന്ന് പറയുക. അവനെ അങ്ങനെയാണ് കൃഷ്ണദ്വൈപായന് വേദങ്ങൾ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന് പേര് വന്നത്. ചെറിയ ബുദ്ധിയാണോ? ഇത്രയും അറിവും വിവേകവും അത്ഭുത ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യം എന്താ പുറകോട്ട് പോയത്? ഗൗരവതരമായി നിങ്ങൾ ചിന്തിക്കണം. മാഷന്മാരും കാരണവന്മാരും ഭരണാധികാരികളും അല്ല നിങ്ങളുടേതായി രാജ്യം. നിങ്ങൾ ചിന്തിക്കൂ, എന്താ നമ്മുടെ രാജ്യം പുറകോട്ട് പോയി? ഒന്നുമല്ല. ഇവിടെ നോക്ക്, ഈ ഹാളിൽ ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട്? നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു തന്നെ. ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഈ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഈ കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? പേന കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഈ ആസ്പെറ്റോ ഷീറ്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? നിങ്ങളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? എന്നെ കൂട്ടിക്കൊണ്ടുവന്ന കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഇതുവഴി പോകുന്ന ട്രെയിന് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഇതൊക്കെ അവര് കണ്ടുപിടിച്ചു കൊണ്ടുവന്നോ? എന്താ ഈ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റിയില്ല? നിങ്ങൾ ചിന്തിക്കണം. ഇതാ പ്രശ്നം, ഇതാ പ്രശ്നം. ഞമ്മക്ക് ഇതിനൊന്നും നേരമില്ല, നമ്മൾ അങ്ങ് കൊണ്ടുതരുന്നത് വാങ്ങുക. ഇതാ കുറെ ആള് കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നു. ഇതൊന്നും എനക്ക് ബാധകല്ല. എനിക്ക് രാവിലെ എണീക്കുക, കക്കൂസ് പോവുക, എന്തോ തിന്നുക, കിടന്നുറങ്ങുക, മക്കളെ ഉണ്ടാക്കുക, പിന്നെയും കക്കൂസ് പോവുക. ഇത് തന്നെ പരിപാടി ആണോ? ഇതാണോ മനുഷ്യജന്മം? അല്ല. മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്
മറ്റൊരു കാലത്തും ഒരാളും കണ്ടുപിടിക്കാത്തതും ചെയ്യാത്തതുമായിരിക്കുന്ന എന്തോ ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ഉറുമ്പുകളെ പോലെ, ചതിലുകളെ പോലെ, കടുവകളെ പോലെ, മാനിനെ പോലെ കുറെ തിന്നു കിടന്നുറങ്ങാനല്ല ഹേ മനുഷ്യ നീ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾ പ്ലസ് ആവണം. എ പ്ലസിന്റെ അർത്ഥമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്ലസ് 1-ലും പ്ലസ് 2-ലും പഠിക്കുന്ന കുട്ടികളാ. നിങ്ങളുടെ ലക്ഷ്യം എ പ്ലസ് ആണ്. വാട്ട് ഈസ് പ്ലസ്? എന്താണ് പ്ലസിന്റെ അർത്ഥം? പ്ലസ് എന്ന് പറയുന്നത് ഒരു ചിഹ്നമാണ്. ഒരു ചിഹ്നങ്ങൾക്കും വെറുതെ ഒരു ചിഹ്നം ഉണ്ടാവുന്നില്ല. എല്ലാ ചിഹ്നത്തിനും വ്യക്തവും കൃത്യവുമായ അർത്ഥമുണ്ട്. ഒരു വാക്കും വെറുതെ ഒരു വാക്കില്ല. വാക്കുകൾ ഉണ്ടായതെല്ലാം വെറുതെ ഒരു വാക്കുണ്ടോ? ഇല്ല. ഈ ഹാളിന്റെ ചുമരെന്ന് പേര് വരാൻ കാരണം എന്താ? വെറുതെ ഒരു ചുമര് ഇല്ല. ചുമരെന്ന് പേര് വന്നത് ഈ മേൽക്കൂരയെ ചുമന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. അതിന്റെ ദൗത്യം അതാണ്. എന്ന ഭിത്തി എന്ന് ചുമരിന് അർത്ഥം പറഞ്ഞാൽ തെറ്റാണത്. ഭിത്തി എന്ന് പറഞ്ഞാൽ 2 ക്ലാസ് റൂമുകളെ ഭിന്നിപ്പിക്കുന്നതാണ് ഭിത്തി. വേർതിരിക്കുന്നതാ ഭിത്തി. അത് ചുമന്ന് നിൽക്കുന്നതല്ല ഭിത്തി. അപ്പൊ ചുമരിന്റെ അർത്ഥം ഭിത്തി തെറ്റാ. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അറിയാവോ വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അറിയുന്ന ആരെ കൊണ്ടൊന്ന് കൈവെക്കൂ. വാട്ട് ഈസ് വിഷ്ണു? വിഷ്ണു എന്നുള്ള പേര് വെറുതെ ഒരു പേരിട്ടതാണോ വിഷ്ണു? അല്ല. നമ്മുടെ ദൈവങ്ങൾക്കെല്ലാം കൃത്യവും വ്യക്തവുമായ പേരിന് അർത്ഥമുണ്ട്. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജിഷ്ണു, വിഷ്ണു 2 വാക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ വിഷ്ണുവിന്റെ അർത്ഥം മനസ്സിലാവും. ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്നവൻ എന്നാണ്. ജയം ആഗ്രഹിക്കുന്നവൻ, കൂടുതൽ വിജയിക്കണം. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ജയം ആഗ്രഹിക്കുന്നവനാ. വെറും ജയം പോരാ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും SSLC ജയിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവൻ ജിഷ്ണുവും, A+ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ വിഷ്ണുവാണ്. മനസ്സിലായോ? വിശേഷപ്പെട്ട ജയം, മനുഷ്യന്റെ ജയം വിശേഷപ്പെട്ട ജയമാണ്. തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർ പൂരത്തിന് വടക്കുന്നാഥന്റെയും പാറമേക്കാവിലമ്മയുടെയും തിടമ്പുമായിട്ട് ഗോപുരക്കെട്ടിൽ നിന്ന് കുടമാറ്റത്തിനായി പുറത്തേക്ക് എഴുന്നള്ളുന്ന തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രനാവട്ടെ, അമ്പാടി കണ്ണനാവട്ടെ, ഒരൊറ്റ ആന ഇത്ര 5 ലക്ഷം മനുഷ്യര് നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഒരു ട്രൗസർ ഉടുക്കണം എന്നുള്ള ചിന്തയുണ്ടായോ? അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ പ്ലസ് ആണ്. ഇന്നലത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ആർജിക്കാതെ തിരിച്ചു പോയാൽ നിങ്ങളുടെ അധ്യാപകരും മാനേജ്മെന്റും കുറ്റവാളികളാ. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ബോധമണ്ഡലം കുറച്ചുകൂടി വികസിച്ചു വേണം ഇവിടുത്തെ ക്ലാസ് റൂം ഒന്ന് പുറത്തു പോകാൻ. പ്ലസ് ചെയ്തുകൊണ്ടിരിക്കണം, കൂട്ടിക്കൊണ്ടിരിക്കണം. ആ പ്ലസ് എന്ന ചിഹ്നം ഇങ്ങനെയുള്ള വരയല്ലേ? ആ വര ഏതാണെന്നറിയോ നിങ്ങൾക്ക് മക്കളെ? ഇങ്ങനെയുള്ള വരക്ക് നമ്മൾ ഗ്രാഫ് വരക്കുമ്പോ X ആക്സിസ് എന്നാ പറയാ. ഇങ്ങനെയുള്ള വരക്ക് Y ആക്സിസ് എന്നാ പറയാ. മനസ്സിലായോ പ്ലസിന്റെ അർത്ഥം? X ആക്സിസും Y ആക്സിസും ആണ് പ്ലസ്. ആ X ആക്സിസിന്റെയും Y ആക്സിസിന്റെയും അർത്ഥം എന്താ? നമ്മുടെ രാജ്യം വളരാത്തതിന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലായോ? ഇങ്ങനെയുള്ളതും കൂടിച്ചേർന്നില്ല. നല്ല അറിവാ, എല്ലാ ശ്ലോകങ്ങളും ബൈഹാർട്ടാ, പരന്ന വായനയാ, എല്ലാം പഠിക്കും, നല്ല മാർക്കാ, 90% മേലെ മാർക്കാ. പക്ഷേ ഇങ്ങനെ മാത്രം വരച്ചാൽ മൈനസാ. പ്ലസ് ആവണമെങ്കിൽ ആഴത്തിലുള്ള ചിന്തയുടെ Y ആക്സിസ് വരക്കണം, ആഴത്തിൽ ചിന്തിക്കണം. അതില്ല, അതാ പ്രശ്നം. എല്ലാം പഠിച്ചിട്ട് ഓർമ്മശക്തി മാത്രം പരീക്ഷിക്കാനുള്ളതല്ല പരീക്ഷ. ഓരോ അറിവും നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. അതാണ് ചിന്തയുണ്ടാകണമെങ്കിൽ ചോദ്യം പഠിക്കണം. നേരത്തെ എന്റെ ഉത്തരം കിട്ടാത്തതിന്റെ 2ാമത്തെ കാരണത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. 1 ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. 2 നമ്മുടെ സ്കൂളിലെ പഠന സമ്പ്രദായത്തിന്റെ കുഴപ്പമാണ്. ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും, അല്ലേ? ഇത് തെറ്റാ. ഇന്ന് മുതൽ തിരുത്തിക്കൊള്ളാം. ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക എന്ന ശീലമാണ് നിങ്ങളെ പറ്റിച്ചത്. പിന്നെ എന്താണ് വേണ്ടത്? ചോദ്യമാണ് പഠിക്കേണ്ടത്. നിങ്ങളൊരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക എന്ന് ഞാൻ ചോദ്യത്തിൽ പറഞ്ഞിരുന്നില്ലേ?
അത് പഠിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഉത്തരം കിട്ടുമായിരുന്നില്ലേ? ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവണം മക്കളെ. അന്വേഷിക്കണം, ചിന്തിക്കണം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. ഇതറിയാത്ത ഒരൊറ്റ ആൾ ഈ ഹാളിലില്ല. അതുകൊണ്ട് ചോദിച്ച ഉടനെ ഉത്തരം പറയണം കേട്ടോ. ചോദിച്ച ഉടനെ ഉത്തരം പറയണം. ഈഗോ ക്ലാഷ് ഉള്ളവര് പറയൂല. ഈഗോ ഉള്ളവര്, ഈഗോ, ഞാൻ വലിയ ആളാ, ഞാനെന്തിന് ഇയാൾ ചോദിച്ചാൽ ഉത്തരം പറയുന്നുള്ള ഈഗോ ആണ് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നത്. അതിനേക്കാൾ ആ ഈഗോ ഇടുന്ന നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിയതാ. അത് രക്ഷിതാക്കളുടെ ഈഗോ പൊളിക്കാനുള്ള സൂത്രം ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരും കേട്ടോ. ആ രക്ഷിതാക്കളുടെ വൃത്തികെട്ട ഈഗോ കൊണ്ടാണ് കുട്ടികൾ സ്വഭാവ വൈകൃതം കാണിക്കുന്നത്. ചില കുട്ടികളുടെ സ്വഭാവ വൈകൃതത്തിന് കാരണം അവന്റെ അച്ഛന്റെ അമ്മേന്റെ സ്വഭാവ, അവരുടെ ഈഗോ ആണ്. അതെങ്ങനെ പൊളിക്കാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുമെങ്കിൽ. അതുകൊണ്ട് ഈഗോ ഇല്ലാത്ത കുട്ടികളെല്ലാം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം കേട്ടോ. റെഡിയല്ലേ? ചോദ്യം ഇതാണ്, തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച. ഉത്തരം പെട്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഉത്തരം തെറ്റാണ്. തേനുണ്ടാക്കുന്ന ആരാ? യെസ്, ഇപ്പൊ പ്ലസ് ആയി. പ്ലസിന്റെ അർത്ഥം മനസ്സിലായി. തേനുണ്ടാക്കുന്ന ആരാന്ന് ഞാൻ ആദ്യം ചോദിച്ചപ്പോ നിങ്ങൾ എല്ലാവരും തേനീച്ച എന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള സ്റ്റാറ്റസ് കോ. അത് എക്സാക്സിസാ. അതിനൊരു വളർച്ചയുമില്ല, ഇങ്ങനെ ലെവലിൽ നിൽക്കുക. തേനീച്ച എന്നുള്ള ഉത്തരം ഇതാണ്. പക്ഷെ രണ്ടാമത് ഞാൻ ചോദിച്ചപ്പോ നിങ്ങളുടെ വൈ ആക്സിസ് ചിന്ത വന്നു, പ്ലസ് ആയി. പൂവ് എന്ന് പറഞ്ഞു. പിടികിട്ടിയോ? ഇപ്പൊ പ്ലസ് ആയി. പൂക്കളെ തേനുണ്ടാക്കൂ. പൂക്കളിലെ തേനെല്ലാം മണ്ണിൽ വീണിട്ടും എന്തേ മണ്ണിന് മധുരമില്ല? എത്ര കാലമായി പൂക്കൾ ഭൂമിയിൽ വീണെന്നറിയോ? 3 കോടി വർഷമായി പൂക്കളും തേനും മണ്ണിൽ തൂവിപ്പോകുന്നു. ഇത്ര കാലം തേന് മണ്ണിൽ വീണിട്ടും എന്തേ മണ്ണിന് മധുരമില്ലാത്തത്? ഉത്തരം എന്താണെന്നറിയോ? തേനിന് 24 മണിക്കൂർ, ഒരു ഭക്ഷണ സാധനല്ലേ തേന്, 24 മണിക്കൂർ കൊണ്ട് കെട്ടുപോകും. അതുകൊണ്ടാണ് മണ്ണിന് മധുരമില്ലാത്തത്. അപ്പൊ നിങ്ങള് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ ഒരു ചോദ്യം വന്നില്ലേ? ഇപ്പോ 24 മണിക്കൂർ കൊണ്ട് കെട്ടുപോകാൻ. എൻ്റെ വീട്ടിൽ ഒരു കുപ്പി തേന് കൊണ്ടുവച്ചിട്ട് 6 മാസമായല്ലോ, ഇതുവരെ കെട്ടുപോയിട്ടില്ലല്ലോ. അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പൂവിലെ തേന് തേനീച്ച എടുത്തു കൊണ്ടുപോയി അതേപോലെ തേൻവലയിൽ വെച്ചിരുന്നുവെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് കെട്ടുപോകായിരുന്നു. പക്ഷെ തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. സ്വന്തം എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിക്കുന്നു. ദഹിച്ച തേന് പിന്നെ കെട്ടുപോകില്ല. മനസ്സിലായോ? ആരാ തേനീച്ച എന്ന് മനസ്സിലായോ? മക്കളെ, നിങ്ങളാണ് തേനീച്ചകൾ. എന്താ പൂക്കൾ എന്ന് മനസ്സിലായോ? പുസ്തകങ്ങളാണ് പൂക്കൾ. എന്താണ് തേന് എന്ന് മനസ്സിലായോ? അറിവാണ് തേന്. ഈ അറിവ് നിങ്ങൾ ഇങ്ങനെ എടുക്കുക, തലയെ കൊണ്ടേക്കുക, കെട്ടുപോകും. അതിനു പകരം അത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയും അനുഭവങ്ങളും വികാരങ്ങളും ചിന്തകളും ചേർത്തിട്ട് ദഹിപ്പിച്ച തേനായിരിക്കണം നിങ്ങളുടെ തലയിൽ കൊണ്ടുപോയി വെക്കേണ്ടത്. ഒരു ചൊല്ലുണ്ട്, സ്വന്തമാം ബുദ്ധിയില്ലാത്തോനന്തമെന്നെ പഠിക്കലും ശാസ്ത്രാർത്ഥമായി അറിയാ കയ്യിൽ കറി സ്വാദ് കണക്കിനെ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും അതിന്റെ ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഏതുപോലെ? തവിയില്ലേ, കയ്യിലില്ലേ, സ്പൂണില്ലേ? എൻ്റെ നാട്ടിൽ കയ്യിൽ എന്ന് പറയും, നിങ്ങൾക്ക് തവിയാണ്. തവി സാമ്പാറും പച്ചടിയും ഓലനും എല്ലാം മുക്കി വിളമ്പുന്നുണ്ട്. ഇതുവരെയും ഒരു കറീന്റെ ടേസ്റ്റും ആർക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും മലയാളവും ഇംഗ്ലീഷും സോഷ്യൽ സയൻസും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മുക്കുന്നോ, ഉത്തര പേപ്പറിൽ വിളമ്പുന്നോ, ഒരു കറീന്റെ ടേസ്റ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് നമുക്ക് പറ്റിയ അബദ്ധം. അത് നിങ്ങൾ കുടിച്ചു ദഹിപ്പിക്കണം. ഭാരതത്തിൽ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് 2 മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു, അറിയാവോ? ആ മന്ത്രങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഹിന്ദു മതവും ഇല്ല, ഇസ്ലാം മതവും ഇല്ല, ക്രിസ്തു മതവും ഇല്ല, ലോകത്ത് ഒരു മതവും ഇല്ല. ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രം ഏതാണെന്നറിയാവോ? വേദങ്ങളുടെ മൂലമന്ത്രം. ആർക്കും അറിയാവോ? ഞാനൊരു ക്ലൂ തരാം രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾ അത് കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ക്ലൂ തരുന്നത്. ആ മന്ത്രത്തെ കുറിച്ചിട്ട് വയലാർ രാമവർമ്മ ഒരു സിനിമാ പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടിന്റെ ആദ്യത്തെ വരി ഞാൻ പറയാം. എന്നാ മന്ത്രത്തിന്റെ പേര് കിട്ടുമോ നോക്കാലോ.
ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ. സൂര്യഗായത്രികൾ. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന സൂര്യഗായത്രിയാണ്. സൂര്യഗായത്രി എന്താ? എല്ലാരും സൂര്യഗായത്രി ഈ മന്ത്രമെല്ലാം ചൊല്ലുമ്പോ അർത്ഥം അറിയാത്ത ഒരൊറ്റ മന്ത്രം ചൊല്ലരുത് കേട്ടോ. നിങ്ങളെ കൊണ്ട് പല മന്ത്രം ചൊല്ലിക്കുന്നില്ലേ? ഈ മന്ത്രത്തിന്റെ അർത്ഥം അറിയാണ്ടാ ചൊല്ലുന്നത് പലരും. മന്ത്രത്തിന്റെ അർത്ഥം രാമ 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 ജപിക്കുന്നതിന്റെ അർത്ഥം അറിയാം ആർക്കും? ഓരോന്നിന്റെ അർത്ഥം അറിയണം, വെറുതെ ചൊല്ലരുത്. ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞാന്നില്ലേ പിന്നെ എന്തിനാണ് ദേവസ്വം സ്കൂളിൽ പഠിക്കുന്നത് നിങ്ങൾ? ഈ മന്ത്രമാണ് ഭാരതത്തിലെ പ്രധാനപ്പെട്ട മന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? സൂര്യനെ പ്രാർത്ഥിക്കുക. ഒരു ദൈവത്തെയല്ല, ക്രിസ്ത്യാനിക്കും മുസൽമാനും ഹിന്ദുവിനും പാഴ്സിക്കും എല്ലാവർക്കും ഉള്ള ഒരു ദൈവം സൂര്യനാണ്, ഭൂമിയുടെ ദൈവം. കാരണം നമുക്ക് വെളിച്ചം തരുന്നവൻ. ഭർഗോ ദേവസ്യ ധീമഹി. ഭർഗസ് ഊർജത്തിന്റെ പ്രവാഹമാണ്. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ ശബ്ദോർജമുണ്ടല്ലോ, ഇത് സൗരോർജമല്ലേ? ഈ ഊർജത്തിന്റെ ഉറവിടമായിരിക്കുന്ന സൂര്യ. അടുത്തതാണ് നിങ്ങളെ സംബന്ധിച്ചത്. ഞാൻ ഈ ചൊല്ലിയത് എന്തിനാണെന്നറിയോ? ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുക. ആന്തരിക വെളിച്ചമായി മാറിയാലും വന്നാൽ, ആന്തരികമായ വെളിച്ചമായി മാറിയാലും. ബാഹ്യമായ വെളിച്ചം അല്ല പ്രധാനം. ബാഹ്യമായ വെളിച്ചം പക്ഷിമൃഗാദികളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ആന്തരികമായ വെളിച്ചം മനുഷ്യനേ ഉള്ളൂ. നിങ്ങളുടെ പേര് നിങ്ങൾക്കറിയാം, പക്ഷെ നായിക്കറിയില്ല നായിന്റെ പേര് നായിയാണെന്ന്. അറിയോ? ഒരുമിച്ച് ചർച്ച ചെയ്ത് പഠിക്കണം. ഒരുമിച്ച് ചർച്ച ചെയ്ത് പഠിക്കണം. സഹ അവവതു. നിങ്ങളുടെ പഠനം ഇപ്പൊ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ. എന്താണെന്നറിയോ? ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട. അവസാനം പരീക്ഷ എടുക്കുമ്പോ ഇതിന്റെ എല്ലാം ക്യാപ്സ്യൂള് വരും യൂട്യൂബില്. ആ യൂട്യൂബിലെ ക്ലാസ് ഇങ്ങനെ കണ്ട് അത് ഓർമ്മിച്ച് പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറയുന്ന പിഴച്ച വഴിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾക്ക് ആപത്താണ്. കാരണം യൂട്യൂബിലെ ക്ലാസ് മാത്രം കേട്ടിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെയും ഉള്ളിലേക്ക് ആ അറിവ് കയറുന്നില്ല. അറിവ് വളരണമെങ്കിൽ ഒരു അറിവ് യഥാർത്ഥ ശരിയാണെന്ന് ബോധ്യപ്പെടണം. ശരിയാണെങ്കിൽ എന്ത് വേണം? എന്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവണം. എന്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവണം. അതുകൊണ്ട് ക്ലാസ് റൂമിലെ ചർച്ചകൾ പഠനവുമായി ബന്ധപ്പെട്ടത്. നിങ്ങൾ ഒരു പാഠം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു ടീച്ചർ പോയ ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുട്ടികൾ ക്ലാസ്സിൽ പറയണം, എടാ ഈ പറഞ്ഞ എന്നാ നിനക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ മനസ്സിലായ കുട്ടികൾ ഉണ്ടെങ്കിൽ മനസ്സിലായ കുട്ടികൾ അത് പറഞ്ഞു തരണം. എന്നിട്ടും ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത പീരീഡ് ടീച്ചർ വന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം മതി ടീച്ചറെ അപ്പുറത്തേക്ക് കടക്കാൻ എന്ന് പറഞ്ഞ് വീണ്ടും ടീച്ചറെ നിർബന്ധിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. അത് അധ്യാപകർക്ക് സന്തോഷ. അറിയാൻ താല്പര്യം ഉണ്ടല്ലോ കുട്ടികൾക്ക്. നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ വന്നാൽ എന്താ ഇടക്കിടക്ക് ബാച്ച് നോക്കും, ഒരിയാന ബെല്ലടിച്ചിട്ട് ഈ നിർത്തി പോട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന ഗർദഭങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഭൂരിപക്ഷവും. ഇതാ നമുക്ക് പറ്റുന്നത്. ടീച്ചർ ക്ലാസ്സിൽ വന്നതിനാ വേറെ നിവൃത്തിയിലാണ്ട് കൊണ്ട് ആടി ഇരിക്കട്ടെ. ഇരുന്നില്ലെങ്കിൽ ക്ലാസ് ഒന്ന് പുറത്താക്കും, അതുകൊണ്ട് ഇരിക്കുക. എന്നാൽ ഈ പറയുന്ന എന്തെന്നാ ടീച്ചർ എനിക്കത് മനസ്സിലായിട്ടില്ലല്ലോ ടീച്ചറെ ചോദിക്കുവോ? ഇല്ല. ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവുക. സഹനവും പുനക്തു. പിടികിട്ടിയോ? അതാണ് തേനീച്ച തേനെടുത്തിട്ട് ഭുജിക്കുന്നു. ഒരുമിച്ച് ചർച്ച ചെയ്ത് പഠിക്കുകയും അത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയുമായിട്ട് ചാലിച്ച് ചേർത്തിട്ട് ഭുജിക്കുകയും ചെയ്യണം. ചോദ്യങ്ങളാണ് പ്രധാനം. ചോദ്യം ചോദിക്കുമ്പോ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്, അറിയോ നിങ്ങൾ? അത് പ്രകൃതി നിയമമാണ്. ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു സ്പേസ് തുറക്കും. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു സ്പേസ് തുറക്കും മനസ്സിൽ. ആ സ്പേസ് വന്ന് നിറയുന്നത് വരെ ഈ സ്പേസ് വാക്വമാകും, ന്യൂനമർദ്ദമാകും. ന്യൂനമർദ്ദത്തിന്റെ കരുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴാണല്ലോ അറബിക്കടലിൽ നിന്ന് കാറ്റടിക്കുന്നത്. ഉത്തരത്തിന്റെ കാറ്റടിക്കും ചോദ്യം വരുമ്പോ. ന്യൂനമർദ്ദം ഒരു സിറിഞ്ചില്ലേ, സിറിഞ്ച്, ആ സിറിഞ്ചിന്റെ പിറകിൽ നിന്ന് പിസ്റ്റൺ വലിക്കുമ്പോ
അവിടെ വാക്വം ഉണ്ടാവും. അതുകൊണ്ടാ കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്ന. ന്യൂനമർദ്ദം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഉത്തരം സ്വീകരിക്കാനുള്ള സ്പേസ് എക്സ്റ്റൻഷൻ, അതാണ് പ്ലസ്. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9 8 പോയി, 9 കഴിഞ്ഞ് 10 9 പോയി, 10 കഴിഞ്ഞ് +1 ചേരുമ്പോ 10 പോയി, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുമ്പോ +2 പോയി. ഈ വിഡ്ഢിത്തം ഇനി തുടരരുത്. ഇത് പമ്പര വിഡ്ഢിത്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രായമാണിത്. ഈ പ്രായത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വന്നിരിക്കുന്നത് മാഷ് തന്നത് മാഷക്ക് കൊടുത്തിട്ട് പോരാനല്ല. അത് നിങ്ങൾ സ്വാംശീകരിക്കണം. അതിന് നിങ്ങളുടെ ചിന്തകൾ ചാലിച്ചു ചേർക്കണം. നിങ്ങൾ പ്രാവർത്തികമാക്കണം. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാവുക. ഉത്തരങ്ങൾ കണ്ടെത്തുക. ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിലെത്തുക. ഞാനിപ്പോ എന്നെ നേരത്തെ ഒരാഴ്ച മുമ്പേ എന്നെ ഫോണ് വിളിച്ചേൽപ്പിച്ചിരുന്നു. എന്റെ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. ബർത്ത് കിട്ടിയിട്ടില്ല, ഇരുന്നിട്ടാ വന്നത്. എന്നാലും RAC ടിക്കറ്റ് കിട്ടിയിരുന്നു. ഞാൻ ഇന്നലെ RAC ടിക്കറ്റ് ആയപ്പോ ബർത്തില്ല എന്ന് TT പറഞ്ഞപ്പോ ഞാൻ ഉടൻ തന്നെ ഈ ചെറിയനാട് സ്കൂളിനെ പറ്റി പഠിക്കുക. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ബർത്ത് കിട്ടുന്നില്ലല്ലോ. ഞാൻ സ്കൂളിനെ പറ്റി പഠിക്കുക. ഈ സ്കൂൾ എത്ര 1953 ഉണ്ടാക്കിയതാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള സ്കൂളാണ്. ഈ സ്കൂളിന്റെ മുൻ പ്രിൻസിപ്പൾമാരാരൊക്കെ ഇവിടെ പ്രഗത്ഭരായ ആളുകൾ വന്ന് പഠിച്ചു പോയിട്ടുണ്ടില്ലേ? പഠിച്ചു പോയിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കുക ഈ സ്കൂളിനെ പറ്റി. ഞാൻ എന്നിട്ട് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുക. ട്രെയിൻ അങ്ങ് പോയി. എന്റെ വില പോയില്ലേ? എന്നെ ഏൽപ്പിച്ച ആളും എന്നെ വിളിച്ച ആളെല്ലാം വില പോയില്ലേ? ഞാൻ പഠിക്കലല്ല എന്റെ പണി. ഞാൻ ഇവിടെ എത്തല എന്റെ പണി. ഇവിടെ എത്തല. കുട്ടികളെ, നിങ്ങൾ ഉത്തരങ്ങൾ പഠിക്കലല്ല, ഉത്തരത്തിൽ നിങ്ങൾ എത്തണം. എത്തുന്നില്ല, അതാ പ്രശ്നം. അതുകൊണ്ടാണ് പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് താങ്ക് യു മോനെ, പോയിക്കോ. പരീക്ഷ കഴിഞ്ഞാൽ മറക്കാനുള്ളതല്ല നിങ്ങളുടെ ഉത്തരങ്ങൾ. അത് സഹവീര്യം കരവാവഹൈ, പ്രാവർത്തികമാക്കണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പ്രകാശമുണ്ടാകും. തേജസ്വിനാവതീതമസ്തു. അതുണ്ടായാ പിന്നെ ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. മാ വിദ്യുഷാവഹി. ഈ സ്കൂളിൽ നിന്ന് +1കാരെ +2കാർ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കത്തിക്കുത്ത് കണ്ടില്ലേ? 24 സ്കൂളിൽ കത്തിക്കുത്താ, +2കാരും +1കാരും. എന്റെ നാട്ടിലെ 4 സ്കൂളിൽ 2 മാസക്കാലം ഷിഫ്റ്റ് ആയിരുന്നു. +1 ക്ലാസ്സുള്ള ദിവസം +2 ഇല്ല, +2 ക്ലാസ്സുള്ള ദിവസം +1 ഇല്ല. രണ്ടാൾ ഒന്നിച്ചു വന്നാൽ അടി. ചേട്ടാ, ഒരു പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി എനിക്കും തന്നേന്ന് പറയാൻ അതിന് വിവരമില്ല, ഭാഷയില്ല. അത് കടി കൂടിയിട്ട് ആരാണോ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് കയ്യൂക്കുള്ള കാര്യക്കാരെ കൊണ്ടുപോകും. എന്നാൽ മനുഷ്യന് മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, സംസ്കൃതമുണ്ട്, അറബിയുണ്ട്. ഈ ഭാഷകളെല്ലാം തന്നിട്ടും മനുഷ്യൻ കൊല്ലുക. 311 ആളെ കൊന്നു കഴിഞ്ഞ 2024 ഈ കേരളത്തിൽ. 1,29,000 ആളെ കൊന്നു ഈ ഭൂമിയിൽ കഴിഞ്ഞ ഒറ്റ കൊല്ലം കൊണ്ട്. അറിയോ? ആര്? മനുഷ്യര്. കടുവ കൊന്നതല്ല, ആന കൊന്നതല്ല, മനുഷ്യരെ കൊന്നത്. കടുവയും സിംഹവും കൊല്ലുന്നത് തിന്നാനാ. എന്നാ നിങ്ങൾ കൊല്ലുന്നത് തിന്നാനാണോ? ഈ 311 ആളെ കൊന്ന കൊലപാതകികൾ ഈ ശവം തിന്നോ? ഇല്ല. എന്തേ? നമ്മൾ മനുഷ്യരാണെന്ന് ഓർമ്മയില്ല. വിദ്വേഷമാണ് നമ്മുടെ അടിത്തറ, കുറ്റപ്പെടുത്തല. അതിന്റെ കാരണം എന്താ? നമ്മള് പഠനത്തിലൂടെ വളരേണ്ട 3 ഘടകങ്ങളിൽ 2 ഘടകങ്ങളെ വളരുന്നുള്ളൂ. അത് ഗംഭീരമായി വളരുന്നു. ഞങ്ങൾ പഠിച്ച ഞങ്ങളെക്കാൾ നിങ്ങൾ വലിയവരാ. പക്ഷെ ഒരു ഘടകത്തിന്റെ കാര്യത്തിൽ മക്കളെ നിങ്ങൾ തളർന്നു പോകുന്നു. ഇനി ആ ഘടകം ഏതാണെന്നും അതെങ്ങനെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് എന്റെ ക്ലാസ് നിർത്താട്ടോ. 3 ഘടകങ്ങൾ. ഒരു വ്യക്തിത്വത്തിന് 3 ഘടകങ്ങളുണ്ട്. ഈ 3 ഘടകങ്ങൾ ഒരുപോലെ ചേരണം. നമ്മൾ വളമിടുമ്പോ വളത്തിൽ 3 ഘടകമില്ലേ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. അതല്ലേ NPK മിശ്രിതം. പൊട്ടാഷിന് കാലിയം എന്ന ലാറ്റിൻ വാക്ക് ചേർക്കുന്നതുകൊണ്ടാ K വന്നത്. 2 P വരുന്നതുകൊണ്ടാ പൊട്ടാഷിന് കാലിയം എന്ന് കൊടുത്തത്. അതാ NPK. അതിൽ N-ഉം P-യും ഉണ്ട്, K ഇല്ലേ കാര്യമില്ല. N-ഉം K ഉണ്ട്, P യിലെ കാര്യമില്ല. P-യും K-യും ഉണ്ട്, N-യിലെ കാര്യമില്ല. 3ഉം ചേരണം. നിങ്ങൾക്ക്
3 ഘടകങ്ങളിൽ: 1 നിങ്ങളുടെ ആരോഗ്യം, 2 നിങ്ങളുടെ ബുദ്ധി. ഇത് രണ്ടും ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ്. നിങ്ങൾക്ക് തെളിവ് ഞാൻ തരാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ നോക്കിയാട്ടെ, എന്ത് സുന്ദരന്മാരും സുന്ദരികളും. ഞങ്ങളൊക്കെ ഇവിടെ ചെയ്തിയിലിരിക്കുന്ന പലരുടെയും ബാല്യകാലത്ത് നമ്മളെ കോല അറിയാവോ നിങ്ങൾക്ക്? ഫ്രഞ്ചുകാര് ഒരു 10, 50, 60 കൊല്ലം മുമ്പ് എടുത്ത ഒരു വീഡിയോ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അന്നത്തെ കുട്ടികളെ കോല അതിൽ കാണാം. എല്ലാം മെലിഞ്ഞുണങ്ങിയിട്ട് ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ വേണ്ടിയിട്ട് മെലിഞ്ഞ പോലെ നെഞ്ചുകൂടിൽ അസ്ഥി എണ്ണിയെടുക്കാം. അന്ന് ഞങ്ങളുടെ ബാല്യത്തിൽ, ഞങ്ങളെ കാലത്ത് അവിടെ ബോർഡില് ടീച്ചറിന്റെ ഓഫീസിന്റെ മുമ്പിൽ പണ്ടത്തെ കാലത്ത് മാർക്ക് കിട്ടിയതിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, കേട്ടോ. അന്ന് സ്കൂളിലെ ഫസ്റ്റ് ആളുടെ പേരും മാർക്കും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കണം. അന്ന് 450 മാർക്ക് കിട്ടിയ ഡിസ്റ്റിങ്ഷനാ. ഓൻ ആരാ? രാജാവാ. എത്ര? 80%. ഇന്ന് 9 വിഷയത്തില് 90%, ഒരു വിഷയത്തിൽ 89% പോയി. A+ ഇല്ലാണ്ടായിപ്പോയി ഒരു വിഷയത്തിൽ. അവനെ ആരാ പരിഗണിക്കുന്നത്? ഒരു ഫ്ലക്സിലും അവന്റെ ഫോട്ടോ വെക്കൂല. ഈ നാട്ടിൽ മുഴുവൻ കൊടുക്കുന്ന സ്വീകരണത്തിൽ ഇവനെ വിളിക്കൂല. അപ്പുറത്തെ ഗോവിന്ദാട്ടനും ഗോപാലാട്ടനും ബഷീറും ചോദിക്കും, നീക്ക് A+ ഇല്ല മോനെ. അപ്പൊ ഈ ചോദിക്കുന്ന ഗോപാലാട്ടനും ബഷീറും ആരാന്നറിയോ? പണ്ട് 210 കിട്ടാണ്ട് തോറ്റ വിദ്വാന്മാരാ ചോദിക്കുന്നത്, നീക്ക് A+ ഇല്ല അല്ലേ എന്ന്. എന്തട മാർക്ക് നിങ്ങൾക്ക്? എന്തൊരു ബുദ്ധിയാ! എത്രയാ മാർക്ക്? അന്നത്തെ ഫസ്റ്റ് ക്ലാസ് 60%, 600-ൽ 360. ഇന്ന് 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B. അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാ. അത്ഭുതം. എന്തെല്ലാം കോഴ്സിനാ നിങ്ങൾ ചേരുന്നത്? +2 കഴിഞ്ഞാൽ കുട്ടികൾ പോകുന്ന കോഴ്സുകൾ കണ്ട അത്ഭുതം, ഞെട്ടിപ്പോവും. എന്തെല്ലാം പുതിയ പുതിയ കോഴ്സുകൾ, എന്തെല്ലാം പഠനം. എത്രയാ എഞ്ചിനീയർമാര്, എത്രയാ ഡോക്ടർമാര്, എത്രയാ വക്കീലന്മാര്, എത്ര വിദഗ്ധന്മാരാണ്, എത്രയാ ഡോക്ടറേറ്റ്. അപാര ബുദ്ധിയാണ്. ആരോഗ്യത്തിലും ബുദ്ധിയിലും നിങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നു. പക്ഷെ 3ാമത്തെ ഘടകത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം. ആ ബുദ്ധിയുടെ കൂട്ടത്തിൽ വളരേണ്ട ഒരു സാധനമാണ് മനസ്സ്. മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറഞ്ഞില്ലേ ശ്രീനാരായണ ഗുരു? മനുഷ്യന്മാർക്ക് മനുഷ്യത്വം. ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നുണ്ടാവുന്ന മനുഷ്യത്വം. ആ മനസ്സ് വളർത്താൻ നിങ്ങളുടെ ടൈമിനെ ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? സ്കൂളിൽ ബുദ്ധി വളർത്താൻ. സ്കൂളിൽ വരുന്നത് ബുദ്ധി വളർത്താൻ, വീട്ടിലിരിക്കുന്നത് ആരോഗ്യം വളർത്താൻ, തിന്നാൻ, കിടന്നുറങ്ങാൻ. നോ. ഈ സ്കൂളും വീടും നിങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു മനസ്സ് രൂപപ്പെടണം. ആ മനസ്സ് രൂപപ്പെടുന്ന സർവകലാശാലയുടെ പേര് കുടുംബമെന്നും ഗ്രാമമെന്നുമാണ്. ഇപ്പൊ നിങ്ങളുടെ ഗ്രാമമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? നിങ്ങൾ റോഡിലൂടെ നടന്നു നോക്കൂ. ഭൂരിപക്ഷം ആളും നിങ്ങളെ അറിയാത്തവരും നിങ്ങൾക്കറിയാത്തവരും അല്ലേ? ഭൂരിപക്ഷം ആളും നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ അവർക്കും അറിയില്ല. നോ. നാടുമായിട്ടും നിങ്ങളുടെ വീടുമായിട്ടുള്ള ബന്ധം സോഫ്റ്റനാവണം. എങ്ങനെയാണ് സോഫ്റ്റനാവേണ്ടത്? നിങ്ങളുടെ ടൈം വെറുതെ തല കുമ്പിട്ടിട്ട് ഇതിൽ നോക്കിയിരിക്കാനുള്ളതല്ല. ഈ സാധനം കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണോ അല്ല നിങ്ങൾ ജനിച്ചത് ഇതിനു വേണ്ടിയാണോ? ഇപ്പൊ തീരുമാനം എടുക്കണം. ചില കുട്ടികൾ ജനിച്ചത് ഇതിനു വേണ്ടിയാ. രാവും പകലും 12-1 മണി വരെ ഇതും മാന്തിയിരിക്കും, എന്നിട്ട് രാവിലെ 7 മണി വരെ കിടന്നുറങ്ങും. ഭീകരന്മാരാണ് അവര്. നിങ്ങളുടെ സമയമാണ് ഏറ്റവും പ്രധാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നവന് 24 മണിക്കൂറാ ഒരു ദിവസം. ടൈം വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ 90 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് വിചാരിക്ക്. പോരെ? 90 പോരെ? 90 വയസ്സ് ജീവിക്കുമ്പോ 60 വർഷമേ നമുക്ക് ബോധമുള്ളൂ. അറിയോ? 30 വർഷം നമുക്ക് ബോധമില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ള അറിയില്ല. കാരണം 30 കൊല്ലം നമ്മൾ ഉറക്ക. 100 വയസ്സിൽ ഹേ മനുഷ്യ, എനിക്ക് വേണ്ടി മനുഷ്യനാവാൻ വേണ്ടി 25 വർഷമേ ഉള്ളൂ. ആ 25 വർഷം ആരെങ്കിലും പഠിച്ചുവിടുന്ന ഗെയിമും കളിച്ച്, ആരെങ്കിലും പഠിച്ചുവിടുന്ന റീലും നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് സമയം പോക്കിയിട്ട് 90 കൊല്ലം കഴിഞ്ഞ് മരിച്ചു പോയാൽ പിന്നെ ഒരു 90,000 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുവോ? 90,000 കോടി കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുവോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന അത്ഭുതമായിരിക്കുന്ന ജന്മമാണ് ഈ മനുഷ്യ ജന്മം. ആ ജന്മത്തിൽ വെറുതെ സമയം ചെലവഴിക്കാൻ ഇതിന്റെ പിറകെ നടന്നിട്ട് നിങ്ങളെ പറ്റിക്കുന്ന അന്താരാഷ്ട്ര ഭീകരന്മാർ
നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ പരസ്യം? നിങ്ങളുടെ അകർമ്മണ്യതയെ വളർത്താൻ വേണ്ടി ആ പരസ്യം 5 സ്റ്റാർ മുട്ടായിന്റെ പരസ്യം. നമ്മ ഓർമ്മ വന്ന ഒരു പയ്യൻ റോഡ് സൈഡിൽ നിന്നിട്ട് 5 സ്റ്റാർ മുട്ടായി ഇങ്ങനെ ആസ്വദിച്ച് തിന്നുമ്പോ ഒരു വല്യമ്മ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവരെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് സാധനം വീടുപോയി. അത് ഉരുണ്ട് റോഡിലേക്ക് പോയപ്പോ, മോനെ ഒന്ന് എടുത്തു തരുവോ മോനെ ചോദിച്ചു. ഇവൻ ഓക്കെ മുത്തശ്ശി പറഞ്ഞിട്ട് ഈ മുട്ടായി തിന്നതിൽ ഓൻ എടുത്തു കൊടുത്തില്ല. കുറെ നേരം കാത്തിട്ട് ഇവന് എടുത്തു കൊടുക്കാത്തപ്പോ മുത്തശ്ശി മെല്ലെ എഴുന്നേറ്റ് പോയിട്ട് ആ സാധനം എടുക്കുമ്പോ മുത്തശ്ശി ഇരുന്നതിന്റെ മേൽക്കൂര ഇടിഞ്ഞു താഴെ വീണു. ഇവൻ എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ആ മേൽക്കൂര മുത്തശ്ശിയുടെ തലയിൽ വീഴുമായിരുന്നു. ഇവൻ എടുത്തു കൊടുക്കാത്തത് കൊണ്ട് മുത്തശ്ശിയുടെ ജീവൻ ബാക്കിയായി. എന്നിട്ട് മുത്തശ്ശി അവനോട് പറയാ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. ഇത് കേൾക്കുമ്പോ നല്ല രസമുള്ള നല്ല ബുദ്ധിയുള്ള പരസ്യ. പക്ഷെ ആ ബുദ്ധി നിങ്ങളെ പറ്റിച്ച് നിങ്ങൾ അറിയോ എന്ന് പറഞ്ഞാൽ, മുത്തശ്ശി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എടുത്ത് കൊടുക്കണ്ട. നിങ്ങൾ 5 സ്റ്റാർ മുട്ടായി നുണഞ്ഞാ മതി. ഒന്നും ഓർക്കണ്ട, അതെല്ലാം മറന്നേക്കൂ. മെഡിമിക്സ് സോപ്പ് തേക്കൂ എന്ന് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. ഒന്നും ഓർക്കണ്ട, നീ നിന്റെ തൊലിപ്പുറത്തെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. നിന്റെ സ്റ്റൈലിനെ പറ്റി ചിന്തിക്കുക, നിന്റെ മുടിയെ പറ്റി ചിന്തിക്കുക, നിന്റെ ഡ്രസ്സിനെ പറ്റി, നിന്റെ പാന്റിനെ പറ്റി ചിന്തിക്കുക. നീ നിന്റെ ഭക്ഷണത്തെ പറ്റി, ചിക്കൻ കബാബിനെ പറ്റി, ചിക്കൻ കടായിയെ പറ്റി ചിന്തിക്കുക. നീ അതെല്ലാം മറക്കുക. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട്, കാതെടുത്ത് കമഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുന്നത് ഇവനവനവനോ, നാടെല്ലാം നടക്കുന്നത് ഇവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്, പൈസ ഉണ്ടോന്ന് മാത്രം നോട്ടം, കീശ കാശുണ്ടോന്ന് മാത്രം നോട്ടം. കാതെടുത്ത് കമഴ്ത്തി വെക്കുന്നു. ലോകത്ത് എന്ത് സംഭവിച്ചാലും അതൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ആടെന്ന് എന്തോ പറഞ്ഞോ, ഞങ്ങൾ ഇതാ നാവ് പുറത്തിട്ടിട്ട് കുറെ ആൾ ഇരിക്കുന്നുണ്ടോ, തിരിഞ്ഞും മറിഞ്ഞും വർത്താനം പറയുന്നുണ്ടോ കേട്ടോ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഓൻ അറിയലില്ല. ഇതാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇതാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, അറിയണില്ല. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ കണ്ടോ, തലയെടുത്ത് വയറ്റില്ല. ചിന്ത ബുദ്ധി തിന്നണ്ട കാര്യത്തെ പറ്റി മാത്രം. നാവെടുത്ത് പുറത്തിടുക, എളപ്പിന് യാതൊരു കുറവുമില്ല. അങ്ങനെ നടക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുമ്പോ നിങ്ങളെ പറ്റിക്കുകയാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രമാ. ആരെങ്കിലും പടച്ചുവിടുന്ന ആരെങ്കിലും പറയുന്നതും കേട്ടിട്ട് മുന്നോട്ട് പോകല്ല. നിങ്ങളുടെ ജീവിതം arise, go forth and conquer. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാണി ബോധത. ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടൂ, മുന്നോട്ട് പോകൂ. ഇന്ത്യ തകർന്നു പോയത് വിവേകാനന്ദൻ ഈ മന്ത്രം ചൊല്ലിയിട്ട് ഇന്ത്യയിലെ യുവാക്കളെ ഉണർത്തിയപ്പോഴാണ് സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്തയുണ്ടായത്. അതിനു മുമ്പ് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ യുവത്വം എന്താ ചെയ്തത്? മന്ത്രം ചൊല്ലി, സാഷ്ടാംഗം നമസ്കരിച്ച്, ശ്ലോകം ചൊല്ലിയിട്ട് ഭസ്മം പൂശി നടന്നു. ഒന്നും ചിന്തിക്കൂല, പഴയതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല. അപ്പോഴാണ് ഇന്ത്യയിൽ ഒരു പ്ലസ്സുകാരൻ ഉണ്ടായത്. ഇന്ത്യയിൽ ആദ്യത്തെ എ പ്ലസ്സുകാരൻ ആരാന്നറിയാവോ? ആ എ പ്ലസ്സുകാരന്റെ ചിത്രം നിങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും ബാഗിലും പോക്കറ്റിലും ഉണ്ട്. ഇന്ത്യ കണ്ട ആദ്യത്തെ എ പ്ലസ്സുകാരൻ. അദ്ദേഹം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് റാങ്ക് കിട്ടിയിട്ടില്ല, അദ്ദേഹം നല്ല പ്രസംഗക്കാരനായിരുന്നില്ല. അദ്ദേഹത്തെ കണ്ട സുന്ദരനല്ല, മൊട്ടത്തലയനാ. ആരായിരിക്കും? എങ്ങനെയാ ഗാന്ധിജി എ പ്ലസ് ആയത്? അവിടെയാണ്. ഗാന്ധിജിയുടെ പേരെന്താ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്തെന്നാ ഈ കരംചന്ദ്? കർമ്മവും ചിന്തയും ചാലിച്ച ഗാന്ധി. കർമ്മം എന്ന എക്സ് ആക്സിസ്, ചിന്ത എന്ന വൈ ആക്സിസ്. അതാണ് പ്ലസ്. പിടികിട്ടിയോ? നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാവണം, പണിയെടുക്കാൻ തയ്യാറാവണം, അറിവും ചിന്തയും കൂട്ടിച്ചേർക്കണം. ഇന്ത്യ രാജ്യത്ത് അറിവുള്ളവർ ഒരു പണിയെടുത്തില്ല, പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. അങ്ങനെയാണ് അയ്യങ്കാളി ഇവിടെ ഇറങ്ങിയ. ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ മുട്ടിപ്പൊല്ല് പൊന്തുമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലുവണ്ടി ഓടിച്ചപ്പോഴാ കേരളത്തിൽ സ്കൂളുകൾ വന്നത്. എല്ലാ ജാതിക്കാരും സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാ കേരളം വളർന്നത്. അതിനു മുമ്പ് അറിവുള്ള ശ്ലോകങ്ങൾ അറിയുന്ന, ഉപനിഷത്തുകളും വേദങ്ങളും അറിയുന്ന ആളുകൾ കുമ്പയും കുലുക്കി ശ്ലോകവും ചൊല്ലിയിരിക്കുമെന്നല്ലാണ്ട് ഒരു പണിയെടുക്കില്ല. എന്നാ പണിയെടുക്കുന്നവർക്ക് അക്ഷരജ്ഞാനമില്ല. അറിവും ചിന്തയും, കർമ്മവും ചിന്തയും ചാലിച്ചു ചേർക്കാത്തതാണ് ഇന്ത്യ തകർന്നു പോയത്. നിങ്ങളുടെ എ പ്ലസിന്റെ അടുത്ത എ പ്ലസ് കർമ്മവും ചിന്തയും ചാലിച്ചു ചേർക്കണം. പണിയെടുക്കാൻ തയ്യാറാവണം, മടിയന്മാരാകരുത്.
നിങ്ങളിൽ ഇപ്പൊ കേരളത്തിലുള്ള കുട്ടികൾ നല്ല ബുദ്ധിശാലികളാ, പക്ഷെ മടിയന്മാരാണ് ഭൂരിപക്ഷവും. എന്തെങ്കിലും അച്ഛനോ അമ്മയോ എന്തോ പറഞ്ഞാൽ പിന്നെ ആക്കാം, നാളെ ആക്കാം. പഠിക്കണ പരീക്ഷയല്ലേ, ഓണപ്പരീക്ഷ വരികയല്ലേ, ഞായറാഴ്ച തോട്ടങ്ങും തീരുമാനം എടുക്കും. ഒരു വസ്തു നടക്കൂല, ഞായറാഴ്ച എല്ലാ ദിവസം പോലെ ഞായറാഴ്ച പോകും. എന്നിട്ട് അടുത്ത ആ ഞായറാഴ്ച രാത്രി തീരുമാനിക്കും, നാളെ രാവിലെ എന്തായാലും തുടങ്ങും, രാവിലെ അതേപോലെ കിടന്നുറങ്ങും. നിങ്ങൾ മുഹൂർത്തം നിശ്ചയിക്കരുത്. ഈ മുഹൂർത്തം നിശ്ചയിക്കുന്നതാണ് നമ്മുടെ നാടിനെ പറ്റി ആപത്ത്. എല്ലാത്തിനും ഒരു ദിവസം നിശ്ചയിക്കും. നോ, എപ്പോഴാണ് ഏറ്റവും നല്ല മുഹൂർത്തം എന്നറിയോ? ഏറ്റവും നല്ല ദിവസം ഏതാണെന്നറിയോ? ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഇനി എല്ലാ ദിവസവും രാവിലെ ഉണർന്ന ഉടനെ പറയൂ. ദിസ് ഈസ് ദി ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എന്റെ ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്ന്. ഇന്നലെയോടുള്ള ജീവിതം പോയില്ലേ? ഞാനൊരു പ്രസ്താവന പറയട്ടെ. കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്ന VK സുരേഷ് ബാബു എന്ന ഞാൻ 2025 ആഗസ്റ്റ് 12 ജീവിച്ചിരുന്ന ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് മരിച്ചുപോയി. 2025 ആഗസ്റ്റ് 12 ജീവിച്ചിരുന്ന VK സുരേഷ് ബാബു എന്ന ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് മരിച്ചുപോയി. ഇപ്പൊ പിന്നെ ഇവിടെ നിൽക്കുന്ന ആളാരാ? 2025 ആഗസ്റ്റ് 13 ജീവിക്കുന്ന ഞാനാ. ഇനി ആഗസ്റ്റ് 12 എനിക്ക് ജീവിക്കാൻ പറ്റുമോ? തൃശ്ശൂർ എത്തിയപ്പോ 12 മണിയായി ട്രെയിന്. ഇന്നലെ വരെയുള്ള ഞാൻ അന്നേരം മരിച്ചു. ഇപ്പോൾ ഉള്ളത് ഇന്ന് ആഗസ്റ്റ് 13 ജീവിക്കുന്ന ഞാനാ. നിങ്ങളുടെ ഓരോ ദിവസവും മരിച്ചു വീഴുക മക്കളെ. നിങ്ങൾക്ക് ഇനി ഒരു ചാൻസും കൂടി കിട്ടിയെങ്കിൽ, 8ാം ക്ലാസ്സിൽ ഒന്ന് ചേരാൻ പറ്റിയെങ്കിൽ നല്ലോണം പഠിക്കുമായിരുന്നു. ഇപ്പൊ ആഗ്രഹമുണ്ടല്ലേ? കിട്ടുവോ? ഇല്ല, പോയി. ഇന്നലെയോളമുള്ള ദിവസങ്ങൾ മരിച്ചുപോയി. അപ്പൊ ഇനി എന്റെ ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്നാ. അതുകൊണ്ട് ഇന്ന് തുടങ്ങുക. നാളെ എന്ന് പറഞ്ഞ പരിപാടിയില്ല നിങ്ങൾക്ക്. എന്ത് പഠിച്ചാലും ഇന്ന് തുടങ്ങുക. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യുക. ഇനിയാണ് മനസ്സ് വളർത്താനുള്ള, സോഫ്റ്റനാക്കാനുള്ള സൂത്രം പറഞ്ഞുതരാം. മനസ്സിലായോ? ഒരു കഷായം, മനസ്സ് വളർത്താനുള്ള കഷായം രക്ഷിതാക്കളും ഉണ്ടല്ലോ, അവർക്കും കൂടിയാ പറയുന്നത്. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. സോഫ്റ്റൻ, SOFTEN. ഇത് കുട്ടികൾക്ക് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇന്ന് പോയിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുണ്ട് ഒരാള്, അത് നിങ്ങൾ മാറ്റണം. എന്താണ് SOFTEN? 6 സ്പെല്ലിംഗ് ഉണ്ട്. 6 അക്ഷരത്തിന് ഓരോ വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് S എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്. പുഞ്ചിരിക്കാൻ പഠിക്കുക. നിങ്ങൾ അച്ഛനമ്മമാർ, കേരളത്തിലെ അച്ഛനമ്മമാർ പുഞ്ചിരിക്കുന്നില്ല. ഭയങ്കര മസിൽ പിടുത്താം. ചില ആളെ വീട്ടിൽ നിന്നുള്ള കളി കണ്ടാൽ അവർക്ക് നല്ല ഭക്ഷണം, നല്ല സ്കൂള്, നല്ല പുസ്തകം, നല്ല എല്ലാം വാങ്ങിക്കൊടുക്കും. പക്ഷെ ഒന്നും പുഞ്ചിരിക്കൂല മക്കളെ നോക്കിയിട്ട്. നാടു ചവിട്ടി മുറിക്കണ്ടില്ലേ? അങ്ങനത്തെ ഒന്ന് ചിരിച്ചൂടറോ. മനുഷ്യനല്ലേ ചിരിക്കാൻ പറ്റും. പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. മനസ്സിനെ ഉണർത്തൂ, വാതിൽ തുറക്കൂ, പുഞ്ചിരിക്കുക. യെസ്. രണ്ടാമത്തത് ഓപ്പൺ ദി ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്തമാനം പറ. വീട്ടിൽ നിങ്ങൾ അച്ഛനും അമ്മയും എല്ലാവരും ഒത്തുചേരുന്ന സമയത്ത് കയ്യിൽ അച്ഛന്റെയും അമ്മയുടെയും നിങ്ങളുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടാവരുത്, ടിവിയും തുറന്നു വെക്കരുത്. എന്നിട്ട് വട്ടത്തിൽ നിന്ന് വർത്തമാനം പറയൂ. 1.5 മണിക്കൂർ. സ്കൂളിലെ വിശേഷമെല്ലാം പറ. വിശേഷം പറ. ഇന്ന് വീട്ടിൽ പോയാൽ ഇന്ന് ഒരു വിദ്വാൻ വന്നിന് അങ്ങ് കണ്ണൂരിന്ന് എന്തല്ലോ ഇളക്കിയിട്ട് പോയിന്ന് പറ. അതെല്ലാം പറ. വിശേഷങ്ങൾ പറ. ടിവിയും തുറന്നിട്ട് പറയരുത്. ഈ മൊബൈലും നോക്കി ടിവിയും കണ്ടുകൊണ്ട് തിന്നുന്ന കുറെ ഭീകരന്മാരുണ്ട് നമ്മുടെ. അവരീ സാമൂഹ്യ വിരുദ്ധരായി മാറും കേട്ടോ. ടിവിയും തുറന്നിട്ട് മൊബൈലും നോക്കി ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? നിങ്ങൾ ഭ്രാന്തനാണെന്ന് മനസ്സിലായിക്കൊള്ളുക. ഭക്ഷണം കഴിക്കുമ്പോൾ ടിവിയും കാണരുത്, മൊബൈലും നോക്കരുത്. ഈ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ടിവി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ, തിന്നല്. ഒരു റേഡിയോ വാങ്ങി തരാൻ പറ അച്ഛനോടും അമ്മയോടും. റേഡിയോ കേൾക്കുമ്പോൾ എന്ത് പണിയും, സംസ്കാരത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു പരിപാടി റേഡിയോയിൽ ഉണ്ടാവില്ല. എന്നാൽ ടിവിയിൽ സംസ്കാരമുള്ള ഒരു പരിപാടിയും ഉണ്ടാവില്ല. എല്ലാം സീരിയലെല്ലാം എന്താ? പരവപ്പ്, കുറ്റപ്പെടുത്തല്, കച്ചറ, ഇതല്ലേ? അതും നോക്കിയിരിക്കുക. ടി വി കാണുമ്പോ കുഞ്ഞിന് മാഷ് ഒരു കവിതയുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും,
വായിലേക്കുള്ള വഴി കൈക്ക് കാണാൻ പാടല്ലേ? രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടച്ചനോ? ഇല്ലല്ലോ, വായിലേക്കുള്ള വഴി കാണാപ്പാടാ. അപ്പൊ ടി വി കണ്ടുകൊണ്ട് ഇതങ്ങ് നടക്കും. അതിന്റെ ഇടയിൽ കൂറ വീണിട്ടുണ്ടെങ്കിൽ അത് മുളകാന്ന് വിചാരിച്ച് അതും കൂട്ടിയിട്ടാ തിന്ന. നിങ്ങളുടെ അടിസ്ഥാന ഭാവം എന്താണെന്നറിയോ? ഇപ്പോ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ അഹന്തയാണ് നമ്മുടെ കുട്ടികളെ പറ്റിക്കുന്നത്. ചില കുട്ടികൾക്ക് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഒരു കുട്ടി സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞല്ലോ, ആ വരാൻ പറഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടിയും എന്റെ ഭാവം എന്താണെന്നറിയോ? നീ പോട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എടാ, ഈ സ്റ്റേജിലേക്കൊന്ന് ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി വരാൻ താല്പര്യം കാണിക്കുന്ന കാലത്താണ് നിങ്ങൾ വിജയിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും മാഷന്മാർ അത് ആ പെൺകുട്ടികളെ പോയി സാറ് വെറും നാണം കുണുങ്ങികൾ ആൺകുട്ടികൾ ഇപ്പോ വലിയ വീരവാദവും പറയും, വലിയ അല്ലോണം ഇറച്ചിയും തിന്നും, അൽഫാമും തിന്നും എന്നല്ലാതെ എന്തെങ്കിലും മാഷന്മാർ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരാരെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞാൽ 50 സഞ്ചി അടുപ്പിലിട്ട പോലെ എന്നെ വിളിക്കല്ലേ, ചുളുങ്ങി മടങ്ങി പോവാ. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ പെണ്ണല്ലാണോ ആണല്ലോ പെണ്ണു ആവുമെന്ന് എനിക്ക് സംശയം. വേറും നാണം കുടികളാ ആൺകുട്ടികൾ ഇപ്പോ. ഇവിടെ ഉഷാറാവടാ, എനർജറ്റിക് ആവും. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നീയും കുഴപ്പമില്ല. വേറെ നാലാമത്തെ ഒരു വിവാഹം കൊണ്ടുവിട്ട ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നീയും പോക്ക. അവരാണ് ഈ MDMA മയക്കുമരുന്നിന്റെയും പുറകെ പോകുന്ന ടീം. ആരാന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇപ്പൊ ബേക്കുന്ന കുറച്ചാളില്ലേ, കുറച്ചാള് ഞാൻ ഈ പ്രസംഗിക്കുമ്പോ ഒന്നും ഞാൻ ഇയാൾ പോക്ക ഞാനും പോക്കാന്ന് മട്ടിൽ ഇങ്ങനെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ട്. കണ്ടോ, ടീച്ചർ കൈകൊണ്ട് ചൂണ്ടി കാണിച്ചിട്ട് പോലും ഞാൻ അറിയുന്നില്ല. അവരാണ് മയക്കുമരുന്നിന് അടിമയാവാൻ സാധ്യതയുള്ളവർ. നമ്മൾ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. നല്ല കാര്യങ്ങൾ ഹൃദയം തുറന്ന് ചർച്ച ചെയ്യൂ, ഓപ്പൺ ദി ഹേർട്ട്. മൂന്നാമത്തത് അഹന്ത വേണ്ട, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയ. ആരോടാ? നിങ്ങളോടല്ല, നിങ്ങളുടെ അച്ഛനമ്മമാരോട്. നമ്മുടെ ആണുങ്ങളുണ്ടല്ലോ, അച്ഛന്മാര്, ഗൃഹനാഥന്മാര്, അവരെ വിചാരം എന്താന്ന് പറഞ്ഞാൽ ഈ വീട് ഞാനാ എടുത്തത്, വീട് ശമ്പളം വാങ്ങുന്നത് ഞാനാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. അതുകൊണ്ട് പല അച്ഛന്മാരും വീട്ടിൽ ആരായിരിക്കും എന്നറിയോ? പൽവാൾ ദേവൻ. ഭാര്യ മക്കളോ കട്ടപ്പ, അടിമ. ചായ, ചോറ്, ആരാപ്പ ഇയാള്? ഈ വൃത്തികെട്ട ഈഗോ ആണ് കുട്ടികളിൽ സ്വഭാവ വൈകൃതം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വീട്ടിലെത്തുമ്പോ അച്ഛനോടും അമ്മോവനോടും ആരോടും പറയാ, നിങ്ങൾ മാഷായിക്കോട്ടെ, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾ വലിയ MLA ആയിക്കോട്ടെ, നിങ്ങൾ വലിയ ബിസിനസ്സുകാരനായിക്കോട്ടെ, വീട്ടിൽ കയറുമ്പോ ചെരുപ്പ് അയച്ചിടും പോലെ നിങ്ങളുടെ ഈഗോ അയച്ചിട്ടിട്ട് അകത്ത് കയറുക. അവിടെ ഈക്വാലിറ്റി ഉണ്ടാകുക, എല്ലാവരോടും ഒരുപോലെ വർത്താനം പറയാ. ഭക്ഷണം പാചകം ചെയ്യുക, പെണ്ണുങ്ങൾക്കും ആണുങ്ങള് വിളമ്പി തിന്ന മാത്രം ചെയ്യുക എന്ന ശീലം നിങ്ങൾ അട്ടിമറിക്കണം മക്കളെ, അട്ടിമറിക്കണം. നിങ്ങൾ അറിയുമോ, ഞാൻ കുടുംബശ്രീയിലൂടെ ഒരു സർവേ എടുത്തപ്പോ കേരളത്തിലെ പുരുഷന്മാരുടെ അവസ്ഥ ഞാൻ ശ്രദ്ധിച്ചു. 53% പുരുഷന്മാരും അവനവന്റെ അണ്ടർവെയർ ഷഡ്ഡി അലക്കാത്ത ടീമാ. 53% പുരുഷന്മാര് ഷഡ്ഡി അലക്കൂല. അത് സ്വന്തം ഭാര്യന്റെയോ അമ്മേന്റെയോ പെങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുന്ന വൃത്തികെട്ട കുട്ടികളാവരുത്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയും അവനവന്റെ അണ്ടർവെയർ അലക്കാൻ അമ്മേനെ ഏൽപ്പിച്ചിക്കരുത്. നാളെ മുതൽ അത് നിങ്ങൾ അലക്കിയിടണം. പെൺകുട്ടികൾ പിന്നെ അലക്കിയിടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയാത്തത്. എടാ, നിങ്ങളെ അണ്ടർവെയർ അമ്മയോടും പെങ്ങളോടും അലക്കാൻ പറയാന്ന് പറഞ്ഞാൽ പിന്നെ ആണാന്ന് പറഞ്ഞ് മീശം വെച്ച് നടക്കുന്നു വൃത്തികെട്ടവന്മാര്. അവനവൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകാൻ പഠിക്കും. കുട്ടികളോട് ഞാൻ പറയാ, എല്ലാ കാലവും അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ചില വീട്ടില് രാവിലെ ഒരു അലാറം ഉണ്ട് ഇല്ലേ? സ്കൂൾ ബസ് വരേണ്ട സമയമാകുമ്പോ ഒരു അലാറം ഉണ്ട്. എന്റെ ട്രൗസറ്, എന്റെ ഷർട്ട്, എന്റെ വാട്ടർ ബോട്ടില്, എന്റെ പുസ്തകം, അമ്മയും അച്ഛനും ഇതെല്ലാം എടുത്ത് ഇവനങ്ങ് നിന്നോടുക്കും. ഇതെല്ലാം ഇട്ട് ബാഗ് എടുത്ത് പുറത്ത് വെച്ച് എന്നിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റ് കയറ്റും പോലെ തള്ളി അങ്ങ് കയറ്റിയാൽ സമാധാനായി. ഇനി നാളെയല്ലേ നോക്കണ്ടു. എത്ര വൃത്തികേടാന്നറിയോ? 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് കുട്ടികൾ അവനവന്റെ ബാഗും ഷർട്ടും പാൻറ്റും വാട്ടർ ബോട്ടിലും ബോക്സും പുസ്തകമല്ല അവനവൻ സ്വയം എടുത്തു വെച്ച് അവനവന്റെ ഭക്ഷണം വിളമ്പി കഴിച്ച പാത്രം കഴുകി വെച്ച് പോകുന്ന കുട്ടികളാവും നിങ്ങൾ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനാവും. നിങ്ങൾ പലയിടത്ത് പോയാ നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവോ? എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ അച്ഛാ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ വരുവോ? ഓടി വരുവോ? ഇല്ല. പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിക്കും മക്കളെ. നീന്താൻ പഠിക്കും. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം നീന്താൻ പഠിക്കല്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ
നീന്തൽ പഠിക്കാത്ത ഒരുത്തനും A+ കൊടുക്കാൻ പാടില്ല. മുഴുവൻ കുട്ടികളും നീന്തം പഠിക്കണം. ഇത്രയും മഴയും പൊഴിയുള്ള നാട്, അവിടെ നീന്തം പഠിപ്പിക്കണ്ടേ? ഞാൻ രാവിലെ 20 കുട്ടികളെ നീന്തം പഠിപ്പിച്ചിട്ടാ വരിക എപ്പോഴും. ഇന്ന് പറ്റിയില്ല. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നീന്തം പഠിപ്പിക്കല എന്റെ പ്രധാന പണി. രാവിലെ കുട്ടികളെ, എല്ലാ കുട്ടികളും നീന്താൻ പഠിക്കുക. നീന്താൻ പഠിക്കുന്നത് വെള്ളത്തിൽ രക്ഷപ്പെടാൻ മാത്രമല്ല, നീന്തുമ്പോൾ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ. ആ നീന്തി അപ്പുറം കടന്നിരിക്കുമ്പോ ഉണ്ടല്ലോ അമ്പടെ ഞാനേ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി മതിപ്പ് തോന്നും. പിന്നെ വെള്ളത്തിന്റെ ഉള്ളിലൂടെ, ഈ പച്ചപ്പിന്റെ ഉള്ളിലൂടെ, മത്സ്യങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോഴുള്ള ആ ഡൈവിങ്ങിന്റെ ഒരു സൗന്ദര്യമില്ലേ, അത് ആസ്വദിക്കാതെ ചത്തുപോയ കണ്ണടയില്ലട. എന്തൊരാനന്ദമാണ് ആ വെള്ളത്തിന്റെ ഉള്ളിലൂടെ പോകുമ്പോ. നീന്തം പഠിക്കേ. അതുകൊണ്ട് ഓപ്പൺ ദി ഹെഡ്, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ, അഹന്ത വേണ്ട. നമ്മുടെ ശരീരത്തിലെ കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ. അത് പുറകോട്ട് മടക്കി വെച്ചതിനാന്നറിയാം, മുന്നോട്ട് ഓടാൻ. ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്ന. എന്നിട്ട് നമ്മൾ വേണ്ട, ഫോർവേഡ് ലീൻ. അടുത്തത് ടച്ച്, ടീ. നമ്മുടെ തൊക്കില്ലേ, അവിടെ തൊടണം. അച്ഛന്റെ അമ്മേന്റെയും ശരീരത്തിൽ തൊട്ടിരിക്കും. ടൂർ പോവാൻ അച്ഛൻ്റെ ഇടയ്ക്ക് നിന്ന് പൈസ വാങ്ങാൻ ഞാനൊരു സൂത്രം പറഞ്ഞേട്ടെ. ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, നിങ്ങൾ ആ സൂത്രം ഉപയോഗിച്ചോട്ടോ. അച്ഛന്റെ കുപ്പായത്തിനുള്ളിൽ കൈയിട പുറത്ത്, എന്നിട്ട് പുറത്ത് ചൊറിഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ടേ ചോദിക്കാവൂ, അച്ഛാ ടൂർ പോയി കേട്ട അച്ഛാ. അന്നേരം എന്തായാലും പൈസ തരൂ. അതിനെപ്പോലത്തെ സുഖം വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാന്ന. വേറെ ഒരു ഉപകാരം ഉണ്ടോ പുറം കൊണ്ട്? കൈകൊണ്ട്, കാലുകൊണ്ട്, തലയുണ്ടല്ലോ, എന്തെല്ലാം ഉപകാരമുണ്ട്. പുറം എത്രയാ സ്പേസ് പോകുന്നു നമ്മുടെ ശരീരത്തിൽ. അത് ചൊറിയാൻ മാത്രം ഉണ്ടാക്കിയതാ. ഒന്ന് തൊടണം, കെട്ടിപ്പിടിക്കണം. നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ വീട്ടിലില്ലേ, അവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും കൊണ്ടു കൊടുത്താൽ പോരാ. അവരുടെ അടുത്ത് പോയിരുന്നിട്ട് അവരെ കാലെല്ലാം തടയി കൊടുക്ക്, അവരുടെ കൈയിന്റെ ഞൊട്ടലൊന്ന് പൊടിച്ചു കൊടുക്ക്. അതാണ് സ്നേഹബന്ധം. കാരണം സ്നേഹഗ്രന്ഥി ഈ തൊക്കിമല സ്പർശിക്കും. അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിക്കും, ചേർത്ത് പിടിക്കും, അടുത്ത് കിടക്കും. മനസ്സിലായോ? ടച്ച് വേണം. ഹൃദയത്തെ തൊട്ട് സംസാരിക്കും. SOFT ആയില്ലേ? അടുത്തത് ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി സംസാരിക്കണം. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. നിങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ വിമാനത്ത് പോകുമ്പോ, വിദേശത്ത് പോകുമ്പോ, അവർക്ക് പാസ്പോർട്ടിനേക്കാൾ പ്രധാനം കണ്ണാണ്. കണ്ണിന്റെ ഫോട്ടോ എടുക്കുക. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. കണ്ണിൽ നോക്കി സംസാരിക്കും. കണ്ണിൽ നോക്കിയിട്ട് നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയണം, ഞങ്ങളോട് സംസാരിക്കുമ്പോ കണ്ണ് കൃഷ്ണമണിന്റെ മധ്യത്തിലാണ് നിൽക്കണ്ടേ. ചില രക്ഷിതാക്കൾ കൃഷ്ണമണി താഴെയാക്കിയിട്ടും ചില ആള് മേലെയാക്കിയിട്ടും പറയും. തെറ്റാണത്. എന്താ അത്? ചില ആള് എവിടെയാടാ പോയിന്, ഇതുവരെ എവിടെയേനും കൃഷ്ണമണി താഴെ. ചില ആള് എനിക്ക് എത്ര മാർക്ക്, കൃഷ്ണമണി മേലെ. ഇത് രണ്ടും തെറ്റാ. കൃഷ്ണമണി മധ്യത്തിലാക്കി സംസാരിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക. ഐ കോണ്ടാക്ട്. അടുത്തത് നോഡിങ്. തലകുലിക്കണം, സമ്മതിക്കണം. അച്ഛനും മക്കളും ഭാര്യയും ഒക്കെ പരസ്പരം സമ്മതിച്ചു കൊടുക്കാൻ നോഡിങ് എന്ന് പറഞ്ഞാൽ തലകുലിക്കുക. ശരിയാ. പരസ്പരം സുഹൃത്തുക്കൾ പരസ്പരം അംഗീകരിക്കണം. നല്ല മകൻ ആരാണെന്ന് രാമായണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ദശരഥനോട് രാമൻ. അച്ഛാ, ആരാ നല്ല മക്കൾ? താതകാര്യമനാറ്റപ്തമാകിലും മോദേന ചെയ്യുന്ന പുരുഷനുത്തമൻ. അച്ഛൻ പറഞ്ഞ മനസ്സിലുള്ള കാര്യം അച്ഛൻ പറയാതെ തന്നെ ചെയ്യുന്ന മകനാണ് ഉത്തമപുത്രൻ. താതൻ നിയോഗത്താൽ ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രൻ എന്നറിഞ്ഞാലും അച്ഛൻ പറഞ്ഞിട്ടനുസരിക്കുന്നവൻ മധ്യമപുത്രനാ. എന്നാൽ താതൻ നിയോഗിക്കലും ഇക്കാര്യമല്ലാലെ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ, അച്ഛൻ പറഞ്ഞാലും കേൾക്കൂല എന്ന് പറയുന്നവൻ ആരായിരിക്കും? പറയാതെ ചെയ്യുന്നവൻ ഉത്തമൻ, പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവൻ ആരായിരിക്കും? അധമൻ എന്ന വാക്കാണ് പലരുടെയും മനസ്സിൽ വരിക. എന്നാൽ രാമായണം പറയുന്ന അധമൻ എന്നല്ല. പിത്രോർ മലമെന്നു ചൊല്ലുന്നു സത്തുക്കൾ എന്നാ രാമായണം പറയുന്നത്. അത് പിതാവിന്റെ മകനല്ല, മലമാണെന്നാ. ഇതിലെത്ര ആള് മലമുണ്ടെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. അത് പിതാവിന്റെ മകനല്ല, വെറും മലമാണ്. കുടുംബമായിട്ട് നല്ല പരസ്പര പൂരകമായ ബന്ധമുണ്ടാകുക. അപ്പൊ നിങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധവും കൂടി പറഞ്ഞാൽ നിർത്താം. നിങ്ങളുടെ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം നിങ്ങളെ അനുസരിക്കണം. നിങ്ങളും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മൃഗങ്ങളുടെ ശരീരമാണ് ഗുരു. മനസ്സിലെക്കുക. മനുഷ്യൻ ഗുരു മനസ്സാ. ഇപ്പൊ ഇത് നേരത്തെ എണീറ്റ് പോകണമെന്ന് നിങ്ങളുടെ മനസ്സിലില്ലേ? എന്നിട്ട് എണീറ്റ് പോവാത്ത എന്താ? ശരീരത്തിന് ഒന്ന് എഴുന്നേക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കളിക്കുക. പക്ഷെ മനസ്സ് പറയാ, മാഷന്മാർ കണ്ട എന്താ വിചാരിക്കുക? തൽക്കാലാടി ഇരിക്കുക, അനങ്ങാണ്ട് കിടന്നോ ശരീരമേ എന്ന് പറയും.
ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന, ഇവിടുന്ന് ഇപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ടി എവിടെ ഒഴിക്കോ? ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന മനസ്സ്. പക്ഷേ ആമയും മുയലും പന്തയം വെച്ച കഥയെ പറഞ്ഞ പോലെയാ ഇപ്പോഴത്തെ അവസ്ഥ. മുയല് കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പിറകില. എന്തിനാ നേരത്തെ പോയാൽ ഒരു ട്രോഫിയല്ലേ കിട്ടൂ? ഉടൻ തന്നെ മുയൽ വിചാരിച്ചു ഒന്ന് വിശ്രമിച്ചിട്ട് പോകാന്ന്. വിശ്രമിച്ചിട്ട് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയിട്ട് ട്രോഫിയും വാങ്ങി വരുന്നു. ആമ ട്രോഫിയും വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമ്മളെ പഠിപ്പിച്ചു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. ഈ കഥ പണ്ട് പറഞ്ഞ കഥ. അത് നമുക്കൊന്ന് മാറ്റി പിടിച്ചൂടെ? നമ്മുടെ ശരീരമാണ് ആമ, മനസ്സ് മുയല. ശരീരം ആമയെ പോലെ മെല്ലെ വളർന്ന്, നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നു. പക്ഷെ മനസ്സോ മുയലിനെ പോലെ കുതിച്ചോടുന്നു. എന്തൊരു ബുദ്ധിയാടാ! കുതിച്ചോടുക മനസ്സ്. പക്ഷെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോ ഉണ്ടല്ലോ, ഈ മനസ്സ് ഉറങ്ങുകയും ശരീരം ഓവർടേക്ക് ചെയ്യുകയും ചെയ്യും. അതാ പ്രശ്നം. അതിന്റെ പേരാണ് കൗമാരം. 8ാം ക്ലാസ് എത്തുമ്പോ ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലാൻ തുടങ്ങും. നിങ്ങൾ ഉള്ളിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി. പിന്നെ ഉറക്കം വരില്ല. കാരണം നിങ്ങളുടെ ഹോർമോൺ ശരീരം ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓന്റെ പുറകെ പോകുമ്പോ, ശരീരം പോകുമ്പോ മനസ്സ് പറയും പൊല്ലമോളെ, നിന്റെ അച്ഛനും അമ്മേനെ കരച്ചിട്ട് പൊല്ലമോളെ. എന്നാ മനസ്സിനെ അംഗീകരിക്കാത്ത ശരീരം ഗുരുവായ ഓള് പോയി, ആമ പോയി, മുയൽ ഉറങ്ങി. ആമ പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോ ട്രോഫിയും വാങ്ങി വരും. ട്രോഫിയും വാങ്ങി വരുന്നുണ്ടാ. ഇത് സംഭവിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ ശരീരം. അതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഭക്ഷണത്തിലെ അംഗീകരിക്കാത്ത പ്രോട്ടീന്റെ ഇടപെടല. നിങ്ങളുടെ ശരീരത്തിൽ വൃത്തികെട്ട പ്രോട്ടീൻ, കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. ഈ കുട്ടികളിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. വൃത്തികെട്ട പ്രോട്ടീൻ വർദ്ധിക്കുന്നു. അതിന്റെ കാരണം നിങ്ങളുടെ ഭക്ഷണമാണ്. നിങ്ങൾ ഇറച്ചിയും മീനും തിന്നോ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ സായിപ്പന്മാർ ഇറച്ചിയും മീനും തിന്നുമ്പോ 1 കഷ്ണം ഇറച്ചി തിന്നുമ്പോ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടി തിന്നു. നിങ്ങളോ? നിങ്ങൾക്ക് പച്ചക്കറി വിളമ്പിയാല് ഈ ജ്യോതിഷികള് കബഡി നിരത്തും പോലെ വെട്ടക്ക അങ്ങോട്ട്, മുരിങ്ങക്കായ അങ്ങോട്ട് എല്ലാം സൈഡിലാക്കിയിട്ട് വിളമ്പുന്ന ആളോട് പീസ് ഉണ്ടാവും. ഒന്നും കൂടി പീസ്. നമുക്കല്ല ഒരുപാട് പേരുണ്ടെങ്കിലും മരിച്ച ഒറ്റ പേരിലേ ഉള്ളൂ നമുക്ക് ശവം, അല്ലേ മയ്യത്ത്. കോഴീന്റെ ഭാഗ്യം നോക്കിയാ, കോഴിക്ക് മരിക്കുന്നവരെ കോഴിന്ന് മാത്രമേ പേരുള്ളൂ. നാം മരിച്ചാൽ 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് ഇത് മുഴുവൻ തിന്ന് നിങ്ങളുടെ ശരീരം ആമയാ മുന്നോട്ട് പോകുന്നു, മനസ്സ് ചുരുങ്ങുന്നു. ഈ ശരീരത്തിന് തൃപ്തി കിട്ടണമെങ്കിൽ ശരീര പദാർത്ഥ കവിത ചൊല്ലിയാൽ തൃപ്തിയാവോ? കവിത ചൊല്ലൂല. ബിരിയാണി ബിരിയാണി ബിരിയാണി, എല്ലായിടത്തും ബിരിയാണി. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ഒരു ബിരിയാണി ഉണ്ട്. കാസർകോട്ടെ ഏച്ചിക്കാനത്തെ സന്തോഷം ഉണ്ടാക്കിയ ബിരിയാണി. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ബിരിയാണി അതാ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരൊന്ന് കൈവയ്ക്കുക. ആരെ കൊണ്ടോ? സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടിട്ടില്ല. നിങ്ങളെ രക്ഷിതാക്കൾക്ക് നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടില്ല. എന്ത് രക്ഷിതാവാണോ? നിങ്ങളിന്ന് വീട്ടിൽ പോയി ചോദിക്കുക. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും രക്ഷിതാക്കൾ കണ്ടിട്ടുണ്ടോ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവര്? കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയുടെ പേരാണ് ബിരിയാണി എന്ന് പറഞ്ഞ കഥ. ഒരു കഥ വായിക്കൂല, ഒരു കവിത ചൊല്ലൂല, ഒരു കവിത ചൊല്ലൂല. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ അന്ന് വായിച്ച ഒരു 10 കവിത എല്ലാ ദിവസവും ഞാൻ വായിക്കും. എന്നിട്ട് ആ കവിതകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഇടും. ഇന്നിട്ട കവിത ഞാൻ വായിച്ചു തരാം. എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി. ഇന്നിട്ട കവിത ഇതാ, അലി കടുകശ്ശേരിന്റെ കവിത എൻ്റെ ഫേസ്ബുക്ക് വാളിൽ. ഇതാണ് കവിത, നിങ്ങൾ കേട്ടോ. അമ്മക്കിളിയോട് കുഞ്ഞിക്കിളി ചോദിച്ചു, നമ്മളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അമ്മക്കിളി പറഞ്ഞു, നമ്മൾ കിളികൾ ഉറങ്ങുമ്പോഴും കിളികളാണ്, ഉണർന്നാലും കിളികളാണ്. അവർ മനുഷ്യർ, അവർ ഉറങ്ങുമ്പോൾ മാത്രം മനുഷ്യരാണ്, ഉണർന്നാൽ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, കമ്മ്യൂണിസ്റ്റാണ്, BJP ആണ്, കോൺഗ്രസ് ആണ്. ഇതെന്റെ ഫേസ്ബുക്ക് വാളിലെ എത്ര നല്ല കവിതയാണ്. നിങ്ങൾ ആലോചിച്ചു. കവിതകൾ ചൊല്ലണം, പാട്ടുപാടണം. ഈ ശരീരത്തിന് ഇതൊന്നും വേണ്ട. ശരീരത്തിന് എന്താ വേണ്ട? പദാർത്ഥല്ലേ. പദാർത്ഥത്തിന് കവിത പറ്റൂല, വ്യാകരണം വേണ്ട.
കാവ്യം വേണ്ട, കഥ വേണ്ട. പദാർത്ഥത്തിന് പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് മൂന്നവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, വാതകം. ഖരം MDMA, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. ഇതിന്റെ പറയാൻ പോകുന്ന കാര്യം മനസ്സിലായോ? ശരീരമാണ് ഞാനെന്ന വിചാരമുള്ള കുട്ടികളാണ് ലഹരിക്കടിമയാവുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ലഹരിയുണ്ട്. ഈ വീട്ടിൽ, ഈ സ്കൂളിന്റെ പുറത്തിറങ്ങി നോക്കൂ, എത്ര മനോഹരമായ റോഡാണ്. അതിൻ്റെ അടിയിലെ പുഷ്പങ്ങൾ എത്ര നല്ല പ്ലാവാണ് അവിടെ ഇരിക്കുന്നത്, എത്ര നല്ല മാവാണ് അവിടെ ഇരിക്കുന്നത്, എത്ര നല്ല അന്തരീക്ഷമാണ്. നോക്കൂ, പോസിറ്റീവായിട്ട് ഈ പ്രകൃതിയെ നോക്കൂ. അത് ലഹരിയാക്കൂ. പാട്ട്, എത്ര നല്ല പാട്ടുണ്ട്. ഈ ശരീരമാണ് പ്രധാനമെന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് കവിതയല്ല വേണ്ടത്. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലൂമിനാട്ടി. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ, നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്, ഇല്ലൂമിനാട്ടി. ഇത് പാടുമ്പോ തുള്ളുന്ന ടീം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ രാക്ഷസീയതയിലേക്ക് എത്തി. കുംഭകർണൻ ചോര കുടിച്ചത് രാമായണത്തിലുണ്ട്. പക്ഷെ ഒരു കുംഭകർണനും ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡ സർബത്ത് കുടിച്ചില്ല. നമ്മളെ കുട്ടികൾ അതും പാടി തുള്ളുക. കാരണം നിങ്ങളുടെ മനസ്സിൽ മാനവികതയിൽ നിന്ന് രാക്ഷസീയതയാണ് ഉണർന്നിരിക്കുന്നത്. അതിന്റെ പാട്ടായി പടുത്തിറങ്ങിയത്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ജീവിതത്തിന്റെ ലഹരി പഠിക്കൂ, പാട്ടുപാടൂ, കവിത ചൊല്ലൂ, കഥകൾ പറയൂ, സുഹൃത്തുക്കളുമായിട്ട് സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ, പ്രകൃതിയുമായിട്ട്, കുടുംബക്കാരുമായിട്ട്. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കൂ. ഈ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. നിങ്ങളുടെ A+ പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും അറിവും കർമ്മവും കൂട്ടിച്ചേർക്കൂ. നിങ്ങളുടെ ദേശവുമായിട്ട് ബന്ധപ്പെടുത്തൂ. Xഉം Yയും അല്ലേ ഗ്രാഫില്? എന്തുകൊണ്ട് Xഉം Yയും ഒരു സെറ്റ് ബാക്കിയില്ലേ? ആ സെറ്റ് നിങ്ങൾ പൂരിപ്പിക്കണം. Xഉം Yയും മാത്രമല്ല, സമൂഹവും പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ, ഇങ്ങനെയും കൂടി ഒരു വരയുണ്ട്. അതാണ് സെറ്റ് ആക്സിസ്. അത് നിങ്ങൾ കണക്ട് ചെയ്യൂ. പ്രതലല്ലോ ലോകം, ത്രിമാനമാണ്. നീളവും വീതിയും മാത്രമല്ല, കനവും കൂടിയുണ്ട്. അതുകൊണ്ട് Xഉം Yയും പോരാ, നിങ്ങൾ സെറ്റ് ആക്സിസും കൂടി ഉണ്ടാക്കുക. അതുകൊണ്ട് കണക്ടിങ് ടു ദി വേൾഡ്, കണക്ടിങ് ടു ദി എറാ. കാലത്തോടും ദേശത്തോടും നിങ്ങൾ കണക്ഷൻ ആവൂ, നിങ്ങൾ അപ്ഡേറ്റ് ആവൂ, പുതിയ ചിന്തിക്കൂ, പുതിയത് വായിക്കൂ. അത്തരത്തിൽ നല്ല ഇച്ഛാശക്തിയുള്ള മനുഷ്യ കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അത് കഴിയാത്തതാണ്. നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? കുറച്ചാൾ നോഡിങ് നടത്തി തലകുലുക്കി, മറ്റുള്ളവരെല്ലാം അറിയില്ല, കയ്യൊന്നും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് കഴിയുമോ? യെസ്. ഇന്ത്യയും അമേരിക്കയും നല്ല റിസൾട്ട് വാങ്ങാൻ, ഇപ്പൊ സമ്മാനം വാങ്ങാൻ വന്ന കുട്ടികളെക്കാൾ നല്ല മിടുക്കന്മാരാവാൻ, നല്ല എനർജറ്റിക്. ഇന്നത്തെ പാഠം ഇന്ന് തന്നെ പഠിക്കുക. നാളത്തേക്ക് ഇന്നത്തെ നിങ്ങളെ ചാകാൻ അനുവദിക്കരുത്. This is the first day, rest of my life. എന്റെ ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്നാണെന്ന് ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. എഴുന്നേൽക്കൂ, ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇരിക്കൂ, ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടൂ. അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മാനത്തിന് അർഹരായ മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. അവരെ പഠിപ്പിച്ച അധ്യാപകരെ അഭിനന്ദിക്കുന്നു. അവരെ പഠിക്കാൻ സാഹചര്യം ഒരുക്കിയ രക്ഷിതാക്കളെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഇവരോട് എല്ലാവരും നന്ദി പറയുന്നു.